الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين، أما بعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي آمين رب العالمين. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, ഇബ്നു ഖയ്യിം റഹിമഹുള്ളയുടെ മദാരിജുസ് സാലിക്കീൻ എന്ന ഗ്രന്ഥത്തിലെ അഅ്മാലുൽ ഖുലൂബുകൾ അഥവാ കൽബിൻ്റെ പ്രവർത്തനങ്ങൾ ക്രോഡീകരിച്ചിട്ടുള്ള അൽ-ഇക്സീർ എന്ന ഗ്രന്ഥമാണ് നമ്മൾ വായിക്കുന്നത്. അതിൽ അല്ലാഹുവിലേക്കുള്ള യാത്രയിൽ അല്ലെങ്കിൽ ഒരാൾ അവൻ്റെ ജീവിതത്തിൽ കടന്നു പോകുന്ന വ്യത്യസ്ത മൻസിലത്തുകൾ, മർത്തബകളെ പറ്റിയാണ് പറഞ്ഞത്. അതിലാദ്യത്തേത് മൻസിലത്തുൽ യഖ്ദ, അശ്രദ്ധയിൽ നിന്ന് അവൻ ഉണരുക എന്നുള്ളതാണ് ആദ്യത്തെ മൻസിലത്ത് എന്ന് പറഞ്ഞു. അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറഞ്ഞു. അതിനുശേഷം രണ്ടാമത്തെ മൻസിലത്ത് മൻസിലത്തുൽ ഫിക്ര, അവൻ ചിന്തിക്കുന്ന ആഴത്തിൽ അവൻ ഓരോ കാര്യങ്ങളും ആലോചിക്കുന്ന അവസ്ഥയിൽ അവനെത്തും. അള്ളാഹുവിനെ സംബന്ധിച്ചും അറിയേണ്ടതും പ്രാവർത്തികമാക്കേണ്ടതുമായ കാര്യങ്ങളെക്കുറിച്ച് അവൻ ചിന്തിക്കും. അതിൽ 6 കാര്യങ്ങൾ പറഞ്ഞു. 6 കാര്യങ്ങളെക്കുറിച്ചാണ് അവൻ ചിന്തിക്കുക എന്നുള്ളത്. പിന്നെ നമ്മൾ പറഞ്ഞത് മൻസിലത്തുൽ ബസീറ, ആ ചിന്ത ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ ഒരടിമയിൽ ഉണ്ടാകുന്നത് ബസീറത്താണ്. ബസീറത്ത് എന്ന് പറഞ്ഞാൽ ഉൾക്കാഴ്ച, നൂറും ഫിൽ ഖൽബ്. അവൻ ഓരോ കാര്യത്തെയും കുറിച്ച് ആഴത്തിൽ ഉറ്റാലോചിക്കുന്ന, അതിൽ ഉൾക്കാഴ്ച ലഭിക്കുന്ന അവസ്ഥ ഉണ്ടാകുമെന്ന് പറഞ്ഞു. ആ ഉൾക്കാഴ്ച 3 മർത്തബകളിലാണ്, 3 ദറജകളിലാണ് ബസീറത്ത് ഉണ്ടാകേണ്ടത് പറഞ്ഞു. ഒന്നാമത്തേത് അള്ളാഹുവിൻ്റെ അസ്മാഉൽ ഹുസ്നയിൽ, അതുപോലെ തന്നെ സിഫാത്തുകളിൽ അവന് ബസീറത്ത് ഉണ്ടാവണം. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ നാമങ്ങളെക്കുറിച്ചും വിശേഷണങ്ങളെ സംബന്ധിച്ചുമെല്ലാം ഉൾക്കാഴ്ചയുള്ളവനായിട്ട് അവൻ മാറണം. രണ്ടാമത്തേത് അള്ളാഹുവിൻ്റെ കൽപ്പനകളിലും വിരോധനങ്ങളിലും ബസീറത്തുണ്ടാകണം. അൽ ബസീറത്തു ഫിൽ അംരി വന്നഹി, അള്ളാഹു എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യാൻ കൽപ്പിച്ചിട്ടുള്ളത് അത് പരിപൂർണമായി ജീവിതത്തിൽ കൊണ്ടുവരാൻ, വിരോധിച്ചിട്ടുള്ളത് അത് പരിപൂർണമായി ഒഴിവാക്കാൻ, അതിനെക്കുറിച്ചുള്ള ഉൾക്കാഴ്ച ഉണ്ടായിരിക്കണം. മൂന്നാമത്തേത് അവനുണ്ടാവുക അൽ ബസീറത്തു ഫിൽ വഅദ് വൽ വഈദ്, അള്ളാഹുവിൻ്റെ വാഗ്ദാനങ്ങളും താക്കീതുകളും, അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ ജീവിച്ചു കഴിഞ്ഞാൽ അവന് വാഗ്ദാനം ചെയ്തിട്ടുള്ള ഇഹത്തിലും പരത്തിലുമുള്ള കാര്യങ്ങളെക്കുറിച്ച്, അതുപോലെ അള്ളാഹു വിരോധിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ ചെയ്തു കൂട്ടിയാൽ അവന് അള്ളാഹു തആല താക്കീത് ചെയ്തിട്ടുള്ള ദുനിയാവിലെയും പരലോകത്തെയും കാര്യങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള ഉൾക്കാഴ്ച അവനുണ്ടാകണം. ഇതുവരെയാണ് കഴിഞ്ഞ ദർസിൽ നമ്മൾ വായിച്ചു നിർത്തിയത്. ഇക്സീർ എന്ന കിതാബിൽ ബസീറത്തിനോട്, മൻസിലത്തുൽ ബസീറത്തിനോട് ചേർന്ന് തന്നെയാണ് അസ്മിനെ സംബന്ധിച്ചും പറഞ്ഞിട്ടുള്ളത്. എന്നാൽ അത് വേറൊരു മൻസിലത്തായിട്ട് തന്നെ ഇതിൻ്റെ പരിപൂർണ കിതാബുകളിൽ വേറൊരു മൻസിലത്തായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. എന്നാലും ഇത് കൊടുത്തതുപോലെ വായിക്കാം അതിൻ്റെ ബാക്കി ഭാഗം. ഫൈദൻ തബഹ വ അബ്സറ, അങ്ങനെ ഒരു അടിമ അവന് യഖ്ലത്ത് ഉണ്ടാവുകയും അവന് ഉണർച്ചയുണ്ടാവുകയും അങ്ങനെ ഉൾക്കാഴ്ച ഉണ്ടാവുകയും ചെയ്തു കഴിഞ്ഞാൽ അഖദ ഫിൽ ഖസ്ദി വസിദ്ഖിൽ ഇറാദ, അവന് ഖസ്ദ് ഉണ്ടാകും. ഖസ്ദ് എന്നുള്ള മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഒരു കർമ്മം ചെയ്യാനുണ്ടാവുന്ന അവൻ്റെ ഇറാദത്ത്. ഖസ്ദ് എന്ന ലക്ഷ്യം, ഉദ്ദേശം എന്നാണ് ഭാഷാപരമായ അർത്ഥമെങ്കിലും ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത് ഒരു കർമ്മം ചെയ്യാനുള്ള ആത്മാർത്ഥമായ സത്യസന്ധമായിട്ടുള്ള പ്രേരണ അവൻ്റെ ഉള്ളിലുണ്ടാകും. അവന് ബസീറത്തുണ്ടായി കഴിഞ്ഞാൽ പിന്നെ അത് പ്രാവർത്തികമാക്കാനുള്ള ഒരു പ്രേരണ അവൻ്റെ ഉള്ളിലുണ്ടാകും. അതാണ് വസിദ്ഖിൽ ഇറാദ, ഇറാദത്തിലുള്ള അവൻ്റെ കർമ്മം ചെയ്യാനുള്ള ഉദ്ദേശത്തിലുള്ള സത്യസന്ധത. വാജ്മഅൽ ഖസ്ദ വന്നിയ്യ അലാ സഫരിൽ ഹിജ്റതി ഇലല്ലാഹ്, അങ്ങനെ അവൻ്റെ ഉദ്ദേശവും ആ കർമ്മം ചെയ്യാനുള്ള പ്രേരണയും എല്ലാം അള്ളാഹുവിലേക്കുള്ള ഹിജ്റയായിട്ടുള്ള ആ യാത്രയിൽ, അള്ളാഹുവിലേക്കുള്ള ഹിജ്റയായിട്ടുള്ള ആ യാത്രയിൽ അവന് അതെല്ലാം കൂടി ഒരുമിച്ച് കൂടും. ബസീറത്ത് ഉണ്ടായിക്കഴിഞ്ഞാൽ ഇനി ഇങ്ങനെ നിന്നാൽ പോരാ, ഞാൻ അള്ളാഹുവിലേക്കുള്ള യാത്രയിൽ മുന്നിടേണ്ടതുണ്ട്, ഞാൻ ചില കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് എന്ന നിലക്കുള്ള ആ ചിന്ത അവനിൽ ഒരുമിക്കും. وعلم وتيقن أنه لا بد له منه,
അങ്ങനെ അവൻ മനസ്സിലാക്കും, അവന് ദൃഢബോധ്യം ഉണ്ടാവും, എന്തായാലും ഞാനത് ചെയ്തേ പറ്റുള്ളൂ, എന്തായാലും ഇനി ഞാൻ നോക്കി നിന്നിട്ട് കാര്യമില്ല, ഇത്രയും കാര്യങ്ങൾ ബോധ്യപ്പെട്ടു, ഇനി അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് മുന്നിടുകയും അവൻ ആ യാത്രക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൂട്ടുകയും വേണം എന്നവന് ബോധ്യപ്പെടും, ദൃഢമായ ബോധ്യമുണ്ടാകും. ഫഅഖദ ഫീ ഉഹ്ബത്തി സഫർ, അങ്ങനെ ആ യാത്രക്ക് ആവശ്യമായിട്ടുള്ള ഉഹ്ബത്ത് എന്ന് പറഞ്ഞാൽ ഇസ്തിഅദാദ്, ആവശ്യമായിട്ടുള്ള ഒരുക്കങ്ങൾ അവൻ ചെയ്യാൻ തുടങ്ങും. അവൻ എന്തൊക്കെയാണോ കാര്യങ്ങൾ ആ യാത്രക്ക് ആവശ്യമായിട്ടുള്ളത് അത് ഒരുക്കൂട്ടാൻ തുടങ്ങും. വതഅബിഅത്തി സാദി ലിയൗമിൽ മആദ്, പരലോകത്തേക്കുള്ള വിഭവങ്ങൾ, പാതേയം, അതും ഒരുക്കാനും ഒരുമിച്ച് കൂട്ടാനും അവൻ തുടങ്ങും. അതായത് ഓരോ ഘട്ടമാണ്. ഗഫലത്തിൽ അശ്രദ്ധയിലായിക്കൊണ്ട് അള്ളാഹുവിൽ നിന്ന് അകന്നൊരു ബോധമില്ലാതെ ജീവിക്കുന്ന ഒരാൾക്ക് യഖ്വത്തുണ്ടായി, ഇങ്ങനെ ജീവിച്ചാൽ പോരാ, ഒരു ലക്ഷ്യമുണ്ട്, ബോധം ഉണ്ടായി. പിന്നെ അവന് ഫിക്റത്ത്, അവൻ ആലോചിക്കുന്ന അവസ്ഥയുണ്ടായി. പിന്നെ അവന് ബസീറത്ത് ഉണ്ടായി, അവന് ഉൾക്കാഴ്ചയുണ്ടായി, അള്ളാഹുവിനെ കുറിച്ചും പരലോകത്തെക്കുറിച്ചും അള്ളാഹുവിന്റെ കൽപ്പനകളും വിരോധനങ്ങളും പ്രതിഫലവും ശിക്ഷയും കുറിച്ചൊക്കെ ഉൾക്കാഴ്ചയുണ്ടായി. പിന്നെ അവനുണ്ടാകുന്ന കാര്യമാണ് അസ്മ്, അതിനെപ്പറ്റിയാണ് പറയുന്നത്. അവൻ ആ ബോധം വരും, അവനവന്റെ ഉദ്ദേശമെല്ലാം ഒരുമിച്ച് കൂട്ടി ആ യാത്രക്കുള്ള പരലോകത്തിനുള്ള വിഭവങ്ങൾ ഒരുക്കാൻ വേണ്ടി പണിയെടുക്കും. വതജറുദി അൻ അവൈഖി സഫർ, അങ്ങനെ ആ യാത്രയിൽ തടസ്സമാകുന്ന കാര്യങ്ങളെ അവൻ ഒഴിവാക്കും. അള്ളാഹുലേക്കുള്ള യാത്രയിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ആ യാത്രക്ക് തടസ്സമാകുന്നത്, ബുദ്ധിമുട്ടാകുന്നത്, അതിനെ അവൻ നീക്കം ചെയ്യും. എന്തെല്ലാം കാര്യങ്ങൾ, അപ്പോൾ ഒരാൾ പിന്നെ എന്ത് കാര്യമാണോ അള്ളാഹുലേക്ക് അടുക്കുന്നതിൽ അവന് തടസ്സമാകുന്നത്, ആ കാര്യങ്ങളിൽ നിന്ന് അവൻ ഒഴിവാക്കും. വഖത്ഇൽ അലായിഖി അല്ലതി തംനഉഹു മിനൽ ഖുറൂജ്, അള്ളാഹുവിലേക്ക് ഇറങ്ങുന്നതിൽ, അള്ളാഹുവിലേക്കുള്ള യാത്ര പുറപ്പെടുന്നതിൽ അവനെ തടസ്സമാകുന്ന, അവനെ തടയുന്ന എന്തെല്ലാം ബന്ധനങ്ങളുണ്ടോ, എന്തെല്ലാം തടസ്സങ്ങളുണ്ടോ, അതിനെയെല്ലാം അവൻ മുറിച്ചു കളയും. അഥവാ അള്ളാഹുലേക്ക് മുന്നിടുന്നതിൽ ഇന്നൊരു കാര്യം തടസ്സമാണ്, അല്ലെങ്കിൽ ഇന്ന ഹറാമിനോടുള്ള ഇഷ്ടം തടസ്സമാണ്, അല്ലെങ്കിൽ ഈ ഒരു അള്ളാഹുലേക്കുള്ള യാത്രയിൽ എന്തെല്ലാം കാര്യങ്ങൾ അവനെ പിൻവലിക്കുന്നുവോ, എന്തെല്ലാം ഇഷ്ടങ്ങൾ അവനുണ്ടോ, എന്തെല്ലാം ഇച്ഛകൾ അവനുണ്ടോ, എന്തെല്ലാം അതുപോലെയുള്ള കാര്യങ്ങളുണ്ടോ, അതെല്ലാം അവന് മുറിച്ചു കളയും. ഫൈദസ്തഹ്കമ ഖസ്ദുഹു സാറ അസ്മൻ ജാസിമൻ, അങ്ങനെ അവന്റെ ആ ഇറാദത്ത്, അവന്റെ ലക്ഷ്യം, അവന്റെ ഉദ്ദേശം ഏറ്റവും പരിപൂർണമായ നിലയിലാകുമ്പോൾ അത് അസ്മായി തീരും, ദൃഢമായിട്ടുള്ള ഒരു തീരുമാനമായിട്ട് തീരും, ഇതൊരു ദൃഢനിശ്ചയമായിട്ട് തീരും. അള്ളാഹുലേക്കുള്ള യാത്ര എന്തായാലും ഞാൻ മുന്നേറണം എന്നുള്ള ദൃഢനിശ്ചയമായി തീരും. മുസ്തൽസിമൻ ലിശുറൂഇ ഫി സഫർ, അങ്ങനെ ആ ദൃഢനിശ്ചയം ഉണ്ടാകുമ്പോൾ തന്നെ എല്ലാ രീതിയിലും അവൻ ആ യാത്രക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഒരുങ്ങിക്കൊണ്ട് അതിന് തുടങ്ങും, ആരംഭം കുറിക്കും. മഖ്റൂനൻ ബിത്തവക്കുലി അലല്ലാഹ്, അള്ളാഹുവിൽ പരിപൂർണമായി ഭരമേൽപ്പിച്ചുകൊണ്ട് അവൻ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം അവൻ ഒരുക്കും. ഖാല തആല, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഫഇദാ അസംത ഫതവക്കൽ അലല്ലാഹ്, സൂറത്ത് ആലി ഇംറാനിലെ 159-ാമത്തെ ആയത്താണ്. ഒരു കാര്യം നീ ഉറച്ച് തീരുമാനിച്ചു കഴിഞ്ഞാൽ, ദൃഢനിശ്ചയമായി കഴിഞ്ഞാൽ, ഫതവക്കൽ അലല്ലാഹ്, അതോടൊപ്പം നീ അള്ളാഹുവിനെ ഭരമേൽപ്പിക്കുകയും ചെയ്യണം എന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവൻ ആ യാത്രക്ക് എല്ലാവിധ കാര്യങ്ങളും ഒരുക്കി മുന്നേറാൻ ഒരുങ്ങും, അതിന് തടസ്സമായിട്ടുള്ളതെല്ലാം നീക്കം ചെയ്യും, അവൻ തടസ്സമായിട്ടുള്ള ബന്ധനങ്ങളെല്ലാം മുറിച്ചു കളയും, ഇഷ്ടങ്ങളെല്ലാം ഒഴിവാക്കും, അതിനെ യാത്രക്കുള്ള വിഭവങ്ങൾ ഒരുക്കും, അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചുകൊണ്ട് ആ യാത്ര മുന്നിടും. വൽ അസ്മു എന്ന് പറഞ്ഞാൽ അത് അടുത്ത മഞ്ചിലത്താണ് ശരിക്കും, പക്ഷേ ഇതിൽ ബസീറത്തിന്റെ അകത്ത് കൊടുത്തു എന്ന് മാത്രം. അസ്മ എന്ന് പറഞ്ഞാൽ ഹുവൽ ഖസ്ദുൽ ജാസിമുൽ മുത്തസിൽ ബിൽ ഫിഅലി, അത് ദൃഢമായിട്ടുള്ള ഒരു ഉദ്ദേശമാണ്. അസ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഉദ്ദേശമാണ്, നിലനിൽക്കുന്ന ഉറച്ച ഒരു തീരുമാനം. അൽ മുത്തസിൽ ബിൽ ഫിഅലി, കർമ്മത്തിനോട് ബന്ധപ്പെട്ട് കിടക്കുന്നത്. അഥവാ ആ തീരുമാനം അവൻ ഉറപ്പിച്ചു കഴിയുമ്പോൾ അവൻ ആ കർമ്മം ചെയ്യാനുള്ള എല്ലാവിധ കാര്യത്തിലും ആ കർമ്മം ചെയ്യുമെന്ന നിലക്കുള്ള ഉറപ്പോടുകൂടി ഒരുങ്ങിത്തിരിയുക എന്നുള്ളതാണ്. വലിദാലിക ഖീല, അതുകൊണ്ട് തന്നെ പറയപ്പെടാറുണ്ട് അസ്മിനെ സംബന്ധിച്ച്, ഇന്നഹു അവ്വലു ശുറൂഇ ഫിൽ ഹറകതി ലിതലബിൽ മഖ്സൂദ്, ഒരാൾ എന്തെങ്കിലും ഒരു ലക്ഷ്യം വെച്ചിട്ടുണ്ട് എങ്കിൽ അത് നേടിയെടുക്കാനുള്ള ആദ്യത്തെ നീക്കമാണ് അസ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് നമ്മൾ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി ഇപ്പം നമ്മൾക്ക് ശീലമില്ലാത്ത ഒരു ഇബാദത്ത് അല്ലെങ്കിൽ ഒരു സുന്നത്തായിട്ടുള്ള കർമ്മം, സുന്നത്തായ നോമ്പോ സ്വതക്കയോ രാത്രി നിസ്കാരമോ അങ്ങനെ ഏതെങ്കിലും ഒരു കാര്യം പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ട്
അപ്പൊ ആ കാര്യത്തിനെ കുറിച്ച് നമ്മൾ ആ ഒരു വിഷയത്തിൽ ഈ ഒരു മർത്തബകൾ എങ്ങനെ വരിക എന്ന് പറഞ്ഞുതരാം. ഒരാള് രാത്രി നിസ്കരിക്കുക, നമുക്ക് കൂടുതൽ ബന്ധപ്പെട്ട് മനസ്സിലാക്കാൻ സാധിക്കാനാണ്. ഒരാൾ രാത്രി നിസ്കാരമൊന്നും ഇല്ലാതെ അതിനെക്കുറിച്ച് യാതൊരു ചിന്തവും ഇല്ലാതെ അശ്രദ്ധമായിട്ട് ഇങ്ങനെ നടക്കുകയാണ് ഗഫലത്തിന്റെ അവസ്ഥയിൽ. അയാൾക്ക് യഖ്ലത്ത് ഉണ്ടായി, രാത്രി നിസ്കരിക്കണം എന്നുള്ള അതിനെ കുറിച്ചിട്ടുള്ള ഒരു യഖ്ലത്ത്, ഒരു ഉണർച്ച ഉണ്ടായി, അതിനെക്കുറിച്ച് രാത്രി നിസ്കരിക്കണം, കുറെ കാര്യങ്ങളുണ്ട് എന്ന നിലക്ക്. പിന്നെ ഫിക്രത്ത് ഉണ്ടാകും, അതിനെക്കുറിച്ച് ഉറ്റ ആലോചിക്കും. രാത്രി നിസ്കരിച്ചാൽ ഇന്ന ഗുണങ്ങളുണ്ട്, ഇന്ന കാര്യങ്ങളുണ്ട്, ഇന്ന നേട്ടങ്ങളുണ്ട്, അതിനെക്കുറിച്ച് ആലോചിക്കും. പിന്നീട് ബസീറത്ത് ഉണ്ടാകും, രാത്രി നിസ്കാരം കൊണ്ടുണ്ടാകുന്ന ആ നേട്ടങ്ങളും കാര്യങ്ങളെല്ലാം അവൻ കണ്ണുകൊണ്ട് കാണുന്നത് പോലെ അവന്റെ ഖൽബ് കൊണ്ട് അത് മനസ്സിലാക്കാൻ സാധിക്കും, അത് ലക്ഷ്യം മനസ്സിലാകും. പിന്നെ അത് അസ്മായി തീരും, എന്തായാലും നിസ്കരിച്ചേ പറ്റൂ, എന്തായാലും ഞാൻ സുന്നത്തായ നോമ്പ് നോറ്റേ പറ്റൂ, എന്തായാലും ഞാൻ ദിവസവും സദഖ കൊടുത്തേ പറ്റൂ, എന്തായാലും ഞാൻ ഇന്ന കാര്യം ചെയ്തേ പറ്റൂ, എന്തായാലും ഇന്ന പാപം ഞാൻ ഒഴിവാക്കിയേ പറ്റൂ. ആ ഒരു ദൃഢനിശ്ചയത്തിലേക്ക്, എന്തായാലും അത് ചെയ്യും എന്നുള്ള കർമ്മം ചെയ്യും എന്നുള്ള ദൃഢമായ ഒരാരംഭം ഉണ്ടല്ലോ, അതിനാണ് അസ്മ് എന്ന് പറയുന്നത്. അത് കർമ്മം അവിടെ സംഭവിച്ചിരിക്കും. അസ്മ് സംഭവിച്ചാൽ അവിടെ കർമ്മം ഉണ്ടായിട്ടുണ്ടാവും, അതിനാണ് അസ്മ് എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു അവസ്ഥയിൽ, അപ്പൊ ഏത് അവസ്ഥയിലാവട്ടെ, ഇപ്പോ മദ്യപിച്ച് ചെമ്മാടിത്തരം ചെയ്ത് ജീവിക്കുന്ന ആള് അവര് ദീനിലേക്ക് അള്ളാഹുലേക്കുള്ള യാത്രയിലേക്ക് അടുക്കുമ്പോൾ ഈ മർത്തബകൾ ഒരു നിലക്ക്, അല്ലെങ്കിൽ ശിർക്കും കുഫറിലുമായിരുന്ന ഒരാൾ അള്ളാഹുലേക്ക് അടുക്കുമ്പോൾ യഖ്വത്തും ഫിക്രത്തും ഈ മർത്തബകൾ ഒരു നിലക്ക്, പക്ക മുശ്രിക്കായിരുന്ന അല്ലെങ്കിൽ ഇസ്ലാമുമായി യാതൊരു ബന്ധവും ഇല്ലാത്ത ഒരാൾ ഇസ്ലാമിലേക്ക് അടുക്കുമ്പോൾ അള്ളാഹുലേക്കുള്ള യാത്ര തുടങ്ങുമ്പോൾ ഈ ഒരു മർത്തബകൾ ഓരോരുത്തരുടെ ജീവിതത്തിലും അള്ളാഹുലേക്കുള്ള യാത്രയിൽ ഏതെങ്കിലും ഒരു തരത്തിൽ ഈ ഒരു മർത്തബകൾ കടന്നുപോയിക്കൊണ്ടേയിരിക്കും. ഇത് ആരംഭമാണ്. വഹഖീഖതുഹു, അതിന്റെ ഹഖീഖത്ത്, അസ്മിന്റെ ഹഖീഖത്ത് എന്ന് പറഞ്ഞാൽ ഹുവ ഇസ്തിജ്മാഉ ഖുവൽ ഇറാദതി അലൽ ഫിഅൽ. ആ അസ്മിന്റെ ഹഖീഖത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർമ്മം ചെയ്യാനുള്ള പ്രേരണയും അതിന്റെ ഉദ്ദേശവും അതിന്റെ എല്ലാ ശക്തികളെയും ആ കർമ്മം ചെയ്യാൻ വേണ്ടി ഒരുമിച്ച് കൂട്ടുന്നതിനാണ് അസ്മ് എന്ന് പറയുന്നത്. കർമ്മം ചെയ്യാനുള്ള ആ ഉദ്ദേശത്തിന്റെ ആ പ്രേരണയെ എല്ലാ കർമ്മത്തിന് വേണ്ടി ഒരുമിച്ച് കൂട്ടുന്നതിനാണ് അസ്മ് എന്ന് പറയുന്നത്. എന്നിട്ട് പറയാണ് വൽ അസ്മു നൗആൻ, അസ്മ് എന്നുള്ളത് രണ്ട് തരത്തിലുണ്ട്, രണ്ട് ഇനത്തിലുണ്ട്. അഹദുഹുമ, അതിൽ ഒന്നാമത്തേത് അസ്മുൽ മുരീദി അല ദുഖൂലി ഫി ത്വരീഖ്, ഈ അള്ളാഹുലേക്കുള്ള യാത്രയിൽ ഈ മാർഗത്തിലേക്ക് ഒരാൾ പ്രവേശിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ അസ്മ്. വഹാദാ മിനൽ ബിദായാത്ത്, ഇത് ആരംഭത്തിലുള്ളതാ, ഈ മാർഗത്തിലേക്ക് ഞാൻ എന്തായാലും പ്രവേശിക്കണം എന്നുള്ള ഒരു ദൃഢമായ നിശ്ചയം. വസാനി, രണ്ടാമത്തേത് അസ്മുൻ ഫി ഹാലി സൈരി വഹുവ അഖസ്സു മിൻ ഹാദാ, രണ്ടാമത്തേത് ആ യാത്രയുടെ ഓരോ സമയത്തും ദൃഢനിശ്ചയം ഉണ്ടായിരിക്കണം, മുന്നോട്ടുള്ള ആ പോക്കിൽ ദൃഢനിശ്ചയത്തോടുകൂടി മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കണം. അത് ചില ആളുകൾക്ക് മാത്രം പ്രത്യേകമായിട്ടുണ്ടാകുന്നതാണ്. പൊതുവായിട്ട് ഇതിലേക്ക് കയറണം എന്നുള്ളൊരു അസ്മ് എല്ലാവർക്കും ഉണ്ടായേക്കാം, പക്ഷെ അതിൽ കൂടുതൽ മുന്നേറണം, അതിൽ തുടർന്നു പോകണം എന്നുള്ളത് ചില ആളുകൾക്ക് വഹുവ അഖസ്സു മിൻ ഹാദാ, ആദ്യം പറഞ്ഞതിനേക്കാൾ പ്രത്യേകമായിട്ടുള്ള ആളുകൾക്ക് ആ രീതിയിലുള്ള ഒരു ദൃഢനിശ്ചയം ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ആളുകൾ പല രീതിയിലായിരിക്കും. അള്ളാഹുലേക്കുള്ള യാത്രയിൽ ചില ആളുകൾ മുന്നേറും, ചില ആളുകൾ അത്ര അസ്മൊന്നും ഉണ്ടാവില്ല, അത്ര ദൃഢമായ നിശ്ചയമൊന്നും ഉണ്ടാവില്ല, മെല്ലെ പോകും. ചില ആളുകൾ അതിനെക്കുറിച്ച് ആലോചിക്കാനല്ല, അള്ളാഹുലേക്കുള്ള യാത്രയിലായിരിക്കും, പക്ഷേ കൂടുതൽ മുന്നോട്ട് പോകുന്നതിനെ കുറിച്ചുള്ള യാതൊരു ചിന്തയും ഉണ്ടാവുകയില്ല. അതാണ് ബസീറത്തിന്റെ മൻസിലത്തിൽ കൊടുത്തിട്ടുള്ളത്. അതിനുശേഷമുള്ള മൻസിലത്ത് മൻസിലത്തുൽ മുഹാസബതി, മൻസിലത്തുൽ മുഹാസബ. മുഹാസബ എന്ന് പറഞ്ഞാൽ ആത്മവിചാരണ, സ്വന്തത്തെ വിചാരണ ചെയ്യുന്ന മൻസിലത്ത്, അതാണ് അടുത്തത്. അപ്പോ യഖ്വത്ത് കഴിഞ്ഞു, ഫിക്രത്ത് കഴിഞ്ഞു, അതുപോലെ ബസീറത്ത്, അസ്മ്, ഇതൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരാൾ പിന്നീട് ഉണ്ടാകുന്നത് അയാൾ സ്വന്തത്തെ വിചാരണ ചെയ്തുകൊണ്ടേയിരിക്കണം, അയാളുടെ അവസ്ഥ എന്താണ് എന്ന് പരിശോധിച്ചു കൊണ്ടേയിരിക്കണം. വഹാദിഹിൽ മനാസിലുൽ അർബഅ, ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറയാണ്, ഇപ്പൊ നമ്മൾ പറഞ്ഞ 4 മൻസിലത്തുകൾ ഏതൊക്കെയാണത്? അൽ യഖ്ബതു വൽ ഫിക്റതു വൽ ബസീറതു വൽ അസ്മു. ഈ പറഞ്ഞ 4, കഴിഞ്ഞത് പറഞ്ഞ 4 മൻസിലത്തുകൾ, യഖ്ബത്ത് ഗഫലത്തിൽ നിന്നുള്ള ഉണർച്ച, വൽ ഫിക്റത്ത് ഉറ്റാലോചന, വൽ ബസീറത്ത് ഉൾക്കാഴ്ച, വൽ അസ്മ് ദൃഢനിശ്ചയം. ഹിയ ലിസാഇരിൽ മനാസിലി കൽ അസാസി ലിൽ ബുന്യാൻ. ഈ 4 മർത്തബകളും മൻസിലത്തുകളും ഒരു കെട്ടിടത്തിന്റെ തൂണ് പോലെ ഇനി വരുന്ന എല്ലാ മൻസിലത്തുകളുടെയും അടിസ്ഥാനമാണ്.
ഇനി പറയാൻ പോകുന്ന എല്ലാ മൻസിലത്തുകളുടെയും അടിസ്ഥാനമാണ്, ഒരു കെട്ടിടത്തിന്റെ അടിസ്ഥാനം പോലെ, സ്തംഭം പോലെ ഈ 4 കാര്യങ്ങൾ, തറ പോലെ ഈ 4 കാര്യങ്ങൾ എല്ലാത്തിനും ആവശ്യമുള്ളതാണ്. വഅലൈഹാ മദാറു മനാസിലിസ് സഫർ ഇലല്ലാഹി തആല. ഇതിനെ ചുറ്റിപ്പറ്റിക്കൊണ്ടാണ്, അല്ലെങ്കിൽ ഇതിന്റെ മേലെയാണ് അള്ളാഹുവിലേക്കുള്ള യാത്രയിലുള്ള ബാക്കിയുള്ള മൻസിലത്തുകൾ നിലകൊള്ളുന്നത്. വലാ യുതസവ്വറു സഫറു ഇലൈഹി ബിദൂന നുസൂലിഹാ അൽബഖ. ഒരിക്കലും ഈ മർത്തബകളിൽ എത്താതെ, അല്ലെങ്കിൽ ഈ 4 മൻസിലത്തുകളിൽ എത്താതെ ഒരാൾക്കും അള്ളാഹുവിലേക്കുള്ള യാത്ര മുന്നിടാനേ സാധിക്കില്ല, പോകാനേ സാധിക്കില്ല. വഹിയ അലാ തർതീബിസ് സൈരിൽ ഹിസ്സി. ഇത് ഒരു മനുഷ്യന് അവന്റെ ജീവിതത്തിൽ അനുഭവിച്ച് മനസ്സിലാക്കാൻ, ഈ യാത്രയിൽ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു തർത്തീബാണ് ഈ 4 കാര്യങ്ങളും അതിനുശേഷം വരുന്ന ഓരോന്നും. ഈ 4 കാര്യങ്ങൾ എല്ലാവരും ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാവും. നമ്മളിത് കേൾക്കുമ്പോൾ വേറെന്തോ ഒരു കാര്യമില്ല, ഇത് നമ്മുടെ ജീവിതത്തിൽ ഒന്നെങ്കിൽ കഴിഞ്ഞു പോയിട്ടുള്ള, അല്ലെങ്കിൽ ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാര്യമായിരിക്കും. ഇതിൽ ഏതെങ്കിലും ഒരു മർത്തബ നമ്മൾ കടന്നു പോകാതെ ഇനി മസ്ജിദിൽ നമ്മൾ ഇരിക്കുന്നുണ്ടാവില്ല. ഓരോ മർത്തബയിലും നമ്മൾ കടന്നു പോയിട്ടുണ്ടാകില്ല. ചിലപ്പോൾ 10 വർഷം മുമ്പായിരിക്കും, ചിലപ്പോൾ 20 വർഷം മുമ്പായിരിക്കും, ചിലപ്പോൾ 30 വർഷം മുമ്പായിരിക്കും. അല്ലെങ്കിൽ ഒരു മർത്തബയിൽ നമ്മൾ ഇനി കടക്കാൻ പോകുന്നേ ഉണ്ടാവുള്ളൂ, നമ്മൾ ചിലപ്പോൾ എത്തിയിട്ടേ ഉണ്ടാവില്ല. ഈ ചില മർത്തബകൾ കേൾക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ ജീവിതത്തിൽ അതിനെക്കുറിച്ചിട്ട് ചിന്തിച്ചിട്ടേ ഉണ്ടാവില്ല, അങ്ങനെ ചിലതുണ്ടാകും. പക്ഷെ ഈ 4 എണ്ണം തീർച്ചയായിട്ടും അനുഭവിച്ചറിഞ്ഞുകൊണ്ട് ഓരോ ആളുകളും ആദ്യത്തിൽ, തുടക്കത്തിൽ കടന്നു പോകുന്നതാണ്. ഫൈനൽ മുഖയ്യിമ ഫീ വത്നിഹി ലാ യതഅത്താ മിൻഹു സഫർ ഹത്താ യസ്തൈഖള മിൻ ഗഫ്ലതിഹി അനിസ് സഫർ. ഒരു നാട്ടിൽ അവൻ സ്ഥിരമായി താമസിക്കുന്ന യാത്രക്കാരനല്ലാത്ത ഒരാൾ അവൻ അവിടെ താമസിക്കുകയാണ്. അവൻ ആ യാത്രക്ക് ഒരുങ്ങണമെങ്കിൽ, അവൻ ആ യാത്ര ചെയ്യണമെന്ന ബോധമില്ലാത്തൊരവസ്ഥയിൽ നിന്ന്, അശ്രദ്ധയിൽ നിന്ന് ഉണരണം. എന്നാലാണ് ആ യാത്ര തുടങ്ങുകയുള്ളൂ. ثم يتبصر في أمر سفره وخطره. പിന്നെ തീർച്ചയായിട്ടും ആ യാത്രയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ കൊണ്ടുപോകണം, എന്തൊക്കെ ഒരുക്കണം, എന്തൊക്കെ കാര്യങ്ങൾ വേണം, അതിനെക്കുറിച്ചൊരു ഉൾക്കാഴ്ച അവനുണ്ടാകും. വമാ ഫീഹി മിനൽ മൻഫഅതി വൽ മസ്ലഹ. ആ യാത്രയിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ഞാൻ ശ്രദ്ധിക്കേണ്ടത്, എനിക്ക് ഉപകാരമാവുന്ന എന്തൊക്കെയാണ്, തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് ചിന്തിക്കും. ثم يفكر في يهبة السفر وتزود وإعداد عدته. അവൻ ആലോചിക്കും, എന്തെല്ലാമാണ് യാത്രയ്ക്ക് ഞാൻ എടുക്കേണ്ടത്, ഇന്ന എത്ര പണം വേണം, അല്ലെങ്കിൽ ഇത്ര സാധനം വേണം, ഇന്ന കാര്യങ്ങളൊക്കെ വേണം എൻ്റെ ബാഗിൽ എന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കും. ثم يعزم عليه. പിന്നെ ആ യാത്രയ്ക്ക് വേണ്ടി ദൃഢനിശ്ചയം ഉണ്ടാകും. അതായത് ഇബ്നുൽ ഖയ്യിം ഈ യാത്രക്ക് ഒരു ഉപമ പറയാണ്. ഒരാൾ യാത്രക്ക് പോകണമെന്നുണ്ടെങ്കിൽ ആദ്യം അവന് യാത്ര ചെയ്യണം എന്നുള്ള ബോധം വേണം, അവന് യാത്രക്ക് ഒരുങ്ങണം എന്നുള്ളത്. 2, അതിനെക്കുറിച്ച് ആലോചിക്കും, യാത്ര എത്ര ദിവസം ഉണ്ടാകും, എങ്ങനെയൊക്കെ ഉണ്ടാകും, പിന്നെ അതിന് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഒരുക്കേണ്ടത് എന്നതിനെ കുറിച്ച് ആലോചിക്കും. പിന്നെ യാത്രയ്ക്ക് എല്ലാ രീതിയിലും ഉറച്ച ദൃഢനിശ്ചയമുണ്ടാകും. فإذا عزم عليه وأجمع قصده انتقل إلى منزلة المحاسبة. അങ്ങനെ അള്ളാഹുവിലേക്കുള്ള യാത്രയിൽ ഈ 4 ഘട്ടങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവനിൽ ഉണ്ടാവുക മുഹാസബത്തിന്റെ മഞ്ജിലത്താണ്. അവൻ സ്വന്തത്തെ ആത്മവിചാരണ ചെയ്തുകൊണ്ടിരിക്കും. അവൻ ഇപ്പോൾ കഴിഞ്ഞു, അവൻ അള്ളാഹുവിലേക്ക് യാത്രക്ക് ഒരുങ്ങി ദൃഢനിശ്ചയത്തോട് യാത്ര മുന്നിടുകയാണ്. പക്ഷേ പിന്നെ അവനുണ്ടാവുക സ്വന്തത്തെക്കുറിച്ച് വിചാരണ ചെയ്തുകൊണ്ടേയിരിക്കും. വഹിയ തംയീസ്. എന്താണ് മുഹാസബ എന്ന് പറയാം? വഹിയ തംയീസ് ബൈന മാ ലഹു വഅലൈഹി. മുഹാസബത്ത് എന്ന് പറഞ്ഞാൽ വേർതിരിക്കലാണ്. അവന് ലഭിക്കുന്ന കാര്യങ്ങൾ, അവൻ എന്തെല്ലാം കാര്യങ്ങൾ അവന് ഗുണകരമായിട്ട് അവൻ ഒരുക്കിയിട്ടുണ്ട്, എന്തെല്ലാം കാര്യങ്ങൾ അവന് എതിരായിട്ടുണ്ട്. ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ, അവൻ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ എത്രത്തോളം ഉണ്ട് പരലോകത്ത് ഉപകരിക്കുന്നത്, അവന്റെ എതിരെ കുറ്റമായി വരുന്ന, ശിക്ഷ അനുഭവിക്കേണ്ടി വരുന്ന, അല്ലെങ്കിൽ ശിക്ഷയ്ക്ക് കാരണമാകുന്ന കാര്യങ്ങൾ എന്തൊക്കെയുണ്ട് എന്നതിനെ വേർതിരിക്കുന്നതിനാണ് മുഹാസബത്ത് എന്ന് പറയുന്നത്. ഒന്നുകൂടി പറഞ്ഞാൽ, അവൻ ചെയ്ത സൽക്കർമ്മങ്ങളെയും പാപങ്ങളെയും വേർതിരിച്ച് ചിന്തിക്കുന്നതിനാണ് മുഹാസബത്ത് എന്ന് പറയുന്നത്. ഫയസ്തസ്ഹിബു മാ ലഹു വയുഅദ്ദി മാ അലൈഹി. അവനുള്ളതിനെ അവൻ എന്ത് ചെയ്യും? അവൻ മനസ്സിലാക്കും, ഇന്ന കാര്യങ്ങളാണുള്ളത്, അത് നിലനിർത്തി കൊണ്ടുപോകും. അവനെതിരായി വരുന്ന കാര്യങ്ങളെ അതിനെ വേണ്ട വിധം അതിനെ പൂർത്തീകരിക്കും. അവൻ പാപങ്ങൾ എന്തെങ്കിലും ഒഴിവാക്കും, ചെയ്യാതെ പോകുന്ന കർമ്മങ്ങൾ ചെയ്യും, അങ്ങനെ നേരെയാക്കും. ലിഅന്നഹു മുസാഫിറുൻ സഫറ മൻ ലാ യഊദ്. കാരണം അവനൊരു യാത്രക്കാരനാണ്, ഒരിക്കലും മടങ്ങി വരാത്ത, തിരിച്ചു വരാൻ സാധിക്കാത്ത ഒരു യാത്രയിലേക്കാണ് അവൻ മുന്നിടുന്നത്. അതുകൊണ്ട് തന്നെ അവന് കൃത്യമായ ഈ കാര്യങ്ങളെക്കുറിച്ച് സ്വന്തം വിചാരണ ചെയ്യും. അഥവാ ഒരു യാത്രക്കാരൻ എല്ലാം ഒരുക്കി, എല്ലാം പരിശോധിച്ചൊരുക്കി. ഇനി അവൻ ചെയ്യേണ്ടത് എന്താണ്? എന്തെങ്കിലും കുറവ് വരുത്തിയിട്ടുണ്ടോ, എന്തെല്ലാം കാര്യങ്ങൾ എൻ്റെ ഒപ്പം ഉണ്ട്, എന്തെല്ലാം ഞാൻ എടുക്കാതെ പോയിട്ടുണ്ട്, അവർക്ക് ശരിക്കൊന്ന് പരിശോധിക്കണം.
അതായത് നമ്മുടെ കർമ്മങ്ങൾ എപ്പോഴും സ്വന്തത്തിൽ പരിശോധിച്ചുകൊണ്ടിരിക്കണം. എന്താണ് നമുക്കുള്ളത്, എന്താണ് നമുക്കെതിരാകാൻ പോകുന്നത്, അത് പരിഹരിച്ചു കൊണ്ടുപോകണം. കാരണം ഒരിക്കലും മടങ്ങി വരാത്ത ഒരു യാത്രക്കാണ് അവൻ പോകുന്നത്. നമ്മളുമായി ബന്ധപ്പെടുത്തി പറഞ്ഞാൽ ഇനി ഒരിക്കലും ലഭിക്കാത്ത സമയം നഷ്ടപ്പെടുത്തിക്കൊണ്ടാണ് ഓരോ നിമിഷവും നമ്മളിൽ കടന്നു പോകുന്നത്. എന്നിട്ട് പറയാണ് വഖദ് ദല്ല അലൽ മുഹാസബതി ഖൗലുഹു തആല, സ്വന്തത്തെ വിചാരണ ചെയ്യുന്നതിൽ മുഹാസബത്തിന്റെ വിഷയത്തിൽ അതിന് തെളിവായിക്കൊണ്ടുള്ള ഒരായത്ത് സൂറത്തുൽ ഹശറിലെ 18-ാമത്തെ ആയത്താണ്. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ വൽതൻദുർ നഫ്സുൻ മാ ഖദ്ദമത് ലിഗദിൻ. മുഅ്മിനീങ്ങളെ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുക. നിങ്ങൾ ഓരോരുത്തരും നോക്കട്ടെ, ഓരോരുത്തരും അവനവന്റെ കാര്യം നോക്കട്ടെ. മാ ഖദ്ദമത് ലിഗദിൻ, നാളേക്ക് വേണ്ടി അവൻ എന്താണ് ഒരുക്കിയിട്ടുള്ളത് എന്നവൻ നോക്കട്ടെ. വമിൻ അർക്കാനിൽ മുഹാസബ, ഇനി എങ്ങനെയാണ് ഈ മുഹാസബ ചെയ്യുക? പലരും പറയും മുഹാസബത്ത് ഉണ്ടായിരിക്കണം, ആത്മവിചാരണ ചെയ്യണം, ആത്മവിചാരണ നടത്തണം എന്നുള്ളത്. അപ്പൊ അതിന്റെ എങ്ങനെയായിരിക്കണം അതിന്റെ പരിപൂർണത? അതുമായി ബന്ധപ്പെട്ട വിശാലമായി ഇബ്നുൽ ഖയ്യിം എഴുതിയിട്ടുള്ള ഒരു കാര്യം അതിനെ സംക്ഷിപ്തമായി കൊണ്ടാണ് പറയുന്നത്. അതിന്റെ അർക്കാനുകളിൽ അഥവാ ഒരാൾ ആത്മവിചാരണ നടത്തുമ്പോൾ നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ട വിഷയങ്ങളിൽ പെട്ടതാണ് അൻ തുഖായിസ ബൈനമാ മിനല്ലാഹ് വമാ മിൻക. നീ പരസ്പരം താരതമ്യം ചെയ്തു നോക്കണം. അള്ളാഹുവിൽ നിന്ന് എന്തെല്ലാം നിനക്ക് കിട്ടിയിട്ടുണ്ട്, നിന്നിൽ നിന്ന് എന്തെല്ലാം നീ ചെയ്യുന്നുണ്ട് എന്നുള്ളത്. അള്ളാഹു നിനക്ക് നൽകിയിട്ടുള്ള അല്ലെങ്കിൽ അള്ളാഹുവിൽ നിന്ന് നിനക്ക് ലഭിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, എന്തെല്ലാം കാര്യങ്ങളാണ് അള്ളാഹുവിനോടുള്ള കടമകളായി നീ ചെയ്യുന്നത് എന്ന് പരസ്പരം താരതമ്യം ചെയ്ത് നീ നോക്കേണ്ടതുണ്ട്. വഹീന ഇതിൻ, അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ യബ്ഹറു ലക തഫാവുത്, അത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം നിനക്ക് ബോധ്യപ്പെടും. അള്ളാഹു നിനക്ക് ചെയ്തു തന്നിട്ടുള്ള അനുഗ്രഹങ്ങളും നിനക്ക് നൽകിയിട്ടുള്ള ഔദാര്യങ്ങളും നീ അവന് വേണ്ടി ചെയ്തിട്ടുള്ള ഒരുക്കിയിട്ടുള്ള അല്ലെങ്കിൽ പരലോകത്തേക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ള കാര്യങ്ങളും പരസ്പരം താരതമ്യം ചെയ്ത് നീ നോക്കുമ്പോൾ നിനക്കതിന്റെ വ്യത്യാസം ശരിക്ക് ബോധ്യപ്പെടും. വതഅലമു അന്നഹു ലൈസ ഇല്ലാ അഫ്വുഹു വറഹ്മതുഹു, അപ്പോൾ നിനക്ക് ബോധ്യാവും ഒന്നെങ്കിൽ അള്ളാഹുവിന്റെ പാപമോചനം, വിട്ടുവീഴ്ച, കാരുണ്യം, അതല്ല എങ്കിൽ അവിൽ ഹലാക്ക് വൽ അതബ്, അല്ലെങ്കിൽ നാശം, ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ. അതായത് മുഹാസബത്തിന്റെ അർക്കാനിൽ ഒന്നാമത്തേത് എന്തൊക്കെ അള്ളാഹുവിൽ നിന്ന് ഇങ്ങോട്ട് കിട്ടി, എന്തെല്ലാം നമ്മൾ അള്ളാഹുവിന് വേണ്ടി ചെയ്തു അങ്ങോട്ട് ചെയ്തു എന്നുള്ളതാണ്. അങ്ങനെ അത് രണ്ടും താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ അത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാവും. അള്ളാഹുവിൽ നിന്ന് ഇങ്ങോട്ട് കിട്ടിയത് എണ്ണി നോക്കിയാൽ ഒന്നും ഉണ്ടാവില്ല, എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റില്ല. ഒന്നും ഉണ്ടാവില്ല മീൻസ് എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റാത്ത വിധം അത്രയും കൂടുതലായിരിക്കും. നമ്മൾ അങ്ങോട്ട് ചെയ്തതോ വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ. അങ്ങനെ താരതമ്യം ചെയ്യുമ്പോൾ നിനക്ക് ബോധ്യപ്പെടും അള്ളാഹുവിന്റെ കാരുണ്യവും വിട്ടുവീഴ്ചയും കൊണ്ട് മാത്രമേ എന്തുള്ളൂ അവിടെ രക്ഷപ്പെടുള്ളൂ, അതല്ലെങ്കിൽ നാശം ഉറപ്പാണ് എന്നുള്ള ബോധം നിനക്കുണ്ടാകും. വഫീ ഹാദിഹിൽ മുഖായസതി, അങ്ങനെ ഈ ഒരു താരതമ്യത്തിലൂടെ തഅലമു, നിനക്ക് മനസ്സിലാകും അന്ന റബ്ബ റബ്ബുൻ വൽ അബ്ദ അബ്ദുൻ, റബ്ബ് റബ്ബാണ്, അടിമ അടിമയാണ്. ഒരിക്കലും അള്ളാഹുവിനോടൊപ്പം എത്തുന്ന രീതിയിൽ അല്ലെങ്കിൽ അള്ളാഹു നൽകിയ ഔദാര്യങ്ങളോട് എത്തുന്ന രീതിയിൽ ഒന്നും തന്നെ നിന്റെ ഭാഗത്തുണ്ടാകില്ല. റബ്ബ് റബ്ബാണ് എന്നും അബ്ദ് അബ്ദാണ് എന്നും നിന്റെ വില നിനക്ക് മനസ്സിലാകുന്ന അവസ്ഥയുണ്ടാകും. വതതബയ്യന ലക ഹഖീഖത്തുൻ നഫ്സി വസിഫാതുഹാ, അപ്പോൾ നിനക്ക് വ്യക്തമാകും നിന്റെ സ്വന്തത്തിന്റെ അവസ്ഥ എന്താണ് എന്നും അതിന്റെ വിശേഷണങ്ങൾ എന്തൊക്കെയാണ്, എന്താണ് അതിന്റെ അവസ്ഥ എന്നുള്ളത്. വഅളമതു ജലാലിർ റുബൂബിയ്യ, അള്ളാഹുവിന്റെ റുബൂബിയത്തിന്റെ, അള്ളാഹു റബ്ബാണ്, അള്ളാഹു നൽകിയ ഔദാര്യങ്ങളെ കുറിച്ച് ആലോചിക്കുമ്പോൾ അതിന്റെ മഹത്വവും നിനക്ക് ബോധ്യപ്പെടും. അഥവാ സ്വന്തത്തിൽ നിന്ന് അങ്ങോട്ടുണ്ടായതിന്റെ കുറവും നിസാരതയും അള്ളാഹുവിൽ ഇങ്ങോട്ട് ലഭിച്ചതിന്റെ മഹത്വവും നിനക്ക് മനസ്സിലാകും. വതഫറുദുർ റബ്ബി ബിൽ കമാലി വൽ ഇഫ്ളാൽ, അതുപോലെ തന്നെ എല്ലാ പരിപൂർണതയിലും എല്ലാ ഔദാര്യങ്ങൾ നൽകുന്നതിലും അവൻ ഏകനായിരുന്നു എന്നുള്ള ബോധം നിനക്കുണ്ടാകും. വഅന്ന കുല്ല നിഅമത്തിൻ മിൻഹു വഫദ്ലുൻ, അള്ളാഹുവിൽ നിന്നുള്ള എല്ലാ നിഅമത്തും അനുഗ്രഹങ്ങളും അവന്റെ ഔദാര്യമാണ് എന്ന്. വകുല്ല നിഖമത്തിൻ മിൻഹു അദ്ലുൻ, അള്ളാഹുവിൽ നിന്ന് ശിക്ഷ വരുന്നുണ്ട് എങ്കിൽ, ആർക്കെങ്കിലും ശിക്ഷ ലഭിക്കുന്നുണ്ട് എങ്കിൽ അത് നീതിപൂർവമാണ് എന്നും നിനക്ക് ബോധ്യമാകും. അതായത് അള്ളാഹു ഒരാളെ ശിക്ഷിക്കുന്നുണ്ടെങ്കിൽ അതിന് അവന് നീതിപൂർവമാണ്, അതിനവൻ അർഹനാണ്. കാരണം അവൻ അള്ളാഹുവിനോട് ചെയ്യേണ്ട കടമകൾ ചെയ്തിട്ടില്ല. ഇനി ഒരാൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല മറ്റ് അനുഗ്രഹങ്ങൾ നൽകുന്നുണ്ടെങ്കിൽ അത് അവന്റെ ഔദാര്യമാണ്, അല്ലാതെ അടിമയുടെ ഗുണം കൊണ്ടല്ല, അവന്റെ യോഗ്യത കൊണ്ടല്ല എന്ന് നിനക്ക് ബോധ്യപ്പെടും. വഅൻത ഖബ്ല ഹാദിഹിൽ മുഖായസതി, ഈ ഒരു താരതമ്യം ചെയ്യുന്നതിന് മുമ്പ്,
ഈ ഒരു അള്ളാഹുവിനുള്ള അനുഗ്രഹങ്ങളും നിന്റെ കർമ്മങ്ങളും തമ്മിലുള്ള താരതമ്യം ചെയ്യുന്നതിന് മുമ്പ് നീ എന്തായിരുന്നു? ജാഹിലുൻ ബി ഹഖീഖത്തി നഫ്സിക്, നിന്റെ സ്വന്തത്തിന്റെ വിഷയത്തിൽ അതിന്റെ യാഥാർത്ഥ്യത്തിൽ നീ ജാഹിലായിരുന്നു, അറിവില്ലാത്തവനായിരുന്നു. ഫാത്തിറും ഖാലിഖുമായിട്ടുള്ള സൃഷ്ടാവായിട്ടുള്ള അള്ളാഹുവിന്റെ റുബൂബിയത്തിന്റെ വിഷയത്തിലും നീ അറിവില്ലാത്തവനായിരുന്നു. കാരണം അത്രയും വലിയ അനുഗ്രഹങ്ങളാണ് അള്ളാഹു നൽകിയിട്ടുള്ളത്. അങ്ങനെ നീ കൃത്യമായിക്കൊണ്ട് ഈ താരതമ്യം നടത്തിയാൽ നിനക്ക് മനസ്സിലാക്കാൻ സാധിക്കും, നിന്റെ ഈ ഒരു നഫ്സ്, നിന്റെ സ്വന്തം, അതിന്റെ ആ താരതമ്യം ഇല്ലായ്മ അല്ലെങ്കിൽ നിന്റെ സ്വന്തത്തിന്റെ ഈ അവസ്ഥ എന്നുള്ളത് ഇതാണ് എല്ലാ ഷെറിന്റെയും ഉറവിടം എന്നുള്ളത്. കാരണം ആ സ്വന്തത്തിൽ നിന്ന് വേണ്ട പോലെ എന്തുണ്ടായിട്ടില്ല, ഈ കാര്യങ്ങൾ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ അതിൽ നിന്നാണ് എല്ലാ ഷെറും ഉണ്ടായത്. വഅസാസു കുല്ലി നഖ്സിൻ, എല്ലാ ന്യൂനതകളുടെയും അടിസ്ഥാനം. വഅന്ന ഹദ്ദഹ, അപ്പോൾ ആ നഫ്സിന്റെ അവസ്ഥ എന്താണ്? അൽ ജാഹിലത്തു ളാലിമതു, ജഹ്ല് നിറഞ്ഞ അക്രമിയായിട്ടുള്ള ഒരു അവസ്ഥയാണ് അതിന്റെ അടിസ്ഥാനമായിട്ടുള്ള അവസ്ഥ. അല്ലാഹു ഖുർആനിൽ പറഞ്ഞിട്ടുള്ളതാണ്. മനുഷ്യന്റെ അശ്ലീയായ വിശേഷണങ്ങളിൽ പെട്ടതാണ് അവൻ ജാഹിലും വാലിമുമാണ് എന്നുള്ളത്. അതൊരു നഫ്സിന്റെ അവസ്ഥ ആയിരിക്കും. വഅന്നഹു ലൗലാ ഫദ്ലുല്ലാഹി വറഹ്മതുഹു, അല്ലാഹുവിന്റെ ഔദാര്യവും കാരുണ്യവും ഇല്ലായിരുന്നെങ്കിൽ ബിതസ്കിയതിഹി ലഹാ മാ സകത് അബദാ, അല്ലാഹു ശുദ്ധീകരിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ ഒരാളുടെ നഫ്സും ശുദ്ധിയാകുമായിരുന്നില്ല. ഇതും ഖുർആനിലും ഹദീസിലും അറിയപ്പെട്ട് വന്നിട്ടുള്ള കാര്യമാണ്. വലൗലാ ഹുദാഹു മഹ്തദത്, അള്ളാഹു ഹിദായത്ത് നൽകിയിട്ടില്ലായിരുന്നുവെങ്കിൽ അത് നേരായ മാർഗത്തിലും ആകുമായിരുന്നില്ല. വലൗലാ ഇർഷാദുഹു വതൗഫീഖുഹു ലമാ കാന ലഹാ വുസൂലൻ ഇലാ ഖൈരിൻ അൽബത്ത, അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ തൗഫീഖും അള്ളാഹു നേർമാർഗത്തിലേക്ക് നയിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ ഒരിക്കലും ഖൈറിലേക്ക്, നന്മയിലേക്ക് അത് എത്തുകയും ചെയ്യുമായിരുന്നില്ല, ഒരുവൻ എത്തുകയും ചെയ്യുമായിരുന്നില്ല. ഇത് മനസ്സിലാക്കാൻ സാധിക്കും. അതായത് സ്വന്തത്തെ വിചാരണ ചെയ്യുന്നതിലെ അടിസ്ഥാനം അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളെയും നമ്മുടെ കർമ്മങ്ങളെയും താരതമ്യം ചെയ്യലാണ്. അത് ചെയ്യുമ്പോൾ നമ്മുടെ ന്യൂനതകളും കുറവും അള്ളാഹുവിന് നൽകിയ ഔദാര്യം, അള്ളാഹു റബ്ബായ നിലക്ക് അള്ളാഹു നൽകിയിട്ട കാര്യങ്ങളുടെ മഹത്വവും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ അത് മനസ്സിലാക്കുമ്പോൾ അള്ളാഹുവിന്റെ ഔദാര്യമില്ലായിരുന്നുവെങ്കിൽ നമ്മൾ നന്നാകുമായിരുന്നില്ല, നമ്മൾ ശുദ്ധീകരിക്കപ്പെടുമായിരുന്നില്ല, ഖൈർ നമുക്ക് ലഭിക്കുമായിരുന്നില്ല എന്നുള്ള ബോധമുണ്ടാകും. അതാണ് മുഹാസബയുടെ അർക്കാനുകളിൽപ്പെട്ടത്. വതതവഖഫുൽ മുഹാസബത്തു അലാ, അങ്ങനെ മുഹാസബത്ത് സ്വന്തം ആത്മവിചാരണ നടത്തുന്ന എത്തിച്ചേരുന്ന ഓരോ ഘട്ടങ്ങൾ, അതിൽ പെട്ടതാണ് സൂഉദ്ദന്നി ബിന്നഫ്സ്, സ്വന്തത്തെ കുറിച്ച് അവനവന് മോശപ്പെട്ട വന്നുണ്ടാവുക എന്നുള്ളത് മുഹാസബത്തിന്റെ ഭാഗമാണ്. അതായത് ഒരാൾ സ്വന്തത്തെ വിചാരണ ചെയ്യുന്നുണ്ട് എങ്കിൽ അവൻ എപ്പോഴും അവന്റെ സ്വന്തത്തെ കുറിച്ച് മോശപ്പെട്ട ചിന്തയാണ് ഉണ്ടാകേണ്ടത്. ലിഅന്ന ഹുസ്ന الظن بالنفس يمنع من كمال التفتيش ويلبس عليه, ആരെങ്കിലും സ്വന്തത്തിനെ കുറിച്ച് നന്നായി ചിന്തിച്ചു കഴിഞ്ഞാൽ, ഞാൻ കുഴപ്പമില്ല, ഞാൻ നല്ല ആളാണ്, ഞാൻ അള്ളാഹുവിനോട് ചെയ്യേണ്ടതൊക്കെ ചെയ്യുന്നുണ്ട്, ഞാൻ ഒരു കുറവും വരുത്തുന്നില്ല, ഞാൻ എല്ലാം കൊണ്ട് നല്ല ആളാണ് എന്ന നിലയ്ക്ക് സ്വന്തത്തിൽ നല്ല ചിന്ത, അവനെക്കുറിച്ച് നല്ല ചിന്ത മാത്രമാണ് ഒരുത്തനുള്ളത് എങ്കിൽ അത് അവനെ സൂക്ഷ്മ പരിശോധന നടത്തുന്നതിൽ അവനെ തടയും, അവനെ തെറ്റിദ്ധരിപ്പിക്കും. അവനെക്കുറിച്ച് എപ്പോഴും നല്ല ചിന്ത ഒരാൾ വെക്കുകയാണ്. അതായത് ഒരാൾ വിചാരിക്കുകയാണ് ഞാൻ അള്ളാഹുവിനോടുള്ള കടമയൊക്കെ നിർവഹിക്കുന്നുണ്ട്, എനിക്കൊരു കുറവുമില്ല, ഞാനൊക്കെ കൃത്യമായി ചെയ്യുന്നുണ്ട് എന്ന ചിന്തയാണ് എങ്കിൽ അവന് മുഹാസബത്ത് യഥാർത്ഥ രീതിയിൽ സാധിക്കില്ല. അങ്ങനെയുള്ള ഒരുവൻ, സ്വന്തത്തെക്കുറിച്ച് ഹുസ്നുബന്ന് വെക്കുന്ന ഒരുവൻ, ഫയറൽ മസാവിയ മഹാസിന, അവന്റെ കുറവുകളെ, തെറ്റുകളെ, ന്യൂനതകളെല്ലാം നല്ലതായി കാണാൻ തുടങ്ങും. ഒരാൾ ആലോചിച്ച് നോക്കി, ഒരാൾ അവനെ കുറിച്ചിട്ട് നല്ലതാണ്, ഞാൻ നല്ല ആളാണ് നിലക്ക് മാത്രം വിചാരിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? അവന്റെ തെറ്റുകളെയും കുറവുകളെയും നല്ലതായി അവൻ കാണും. വൽ ഉയൂബ കമാലൻ, അവന്റെ ന്യൂനതകളെ പരിപൂർണതയായിട്ട് അവൻ മനസ്സിലാക്കാൻ തുടങ്ങും. വരിവൽ അബ്ദി ബിതാഅതിഹി, ഒരടിമ അവൻ അള്ളാഹുവിന് കാണിക്കുന്ന അനുസരണത്തിൽ തൃപ്തിപ്പെടുക എന്നുള്ളത് ദലീലുൻ അലാ ഹുസ്നി വന്നിഹി ബിനഫ്സിഹി, അത് അവന്റെ സ്വന്തത്തെ കുറിച്ച് നല്ല ചിന്ത വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഞാൻ കുഴപ്പമില്ലാത്ത ആളാണ് എന്നുള്ള ദലീലാണ്. അതായത് അള്ളാഹുവിനെ അനുസരിക്കുന്നതിൽ ഞാൻ പരിപൂർണനാണ്, ഞാൻ ഏറ്റവും പരിപൂർണമായി അള്ളാഹുവിനെ അനുസരിക്കുന്നുണ്ട് എന്ന നിലയ്ക്ക് ഒരാൾ തൃപ്തിപ്പെടുകയാണ്. അല്ലാതെ അള്ളാഹുവിനെ അനുസരിച്ചല്ലോ എന്നുള്ള സമാധാനമല്ല ഉദ്ദേശിക്കുന്നത്.
ഒരാൾ എന്ത് ചെയ്യാണ്, ഞാൻ അള്ളാഹിനുള്ള ഒക്കെ ചെയ്യുന്നുണ്ട്, ഞാൻ ചെയ്ത അള്ളാഹിനോടുള്ള കടമയ്ക്ക് ഞാൻ പൂർത്തീകരിച്ചു എന്ന നിലക്ക് ഒരാൾ അയാളുടെ അനുസരണത്തിൽ തൃപ്തിപ്പെടുകയാണ് എങ്കിൽ അതെന്തിനുള്ള ദലീലാണ്? അവൻ സ്വന്തത്തെക്കുറിച്ച് നല്ല വന്നു വെക്കുന്നവനാണ്, ഞാൻ കുഴപ്പമില്ലാത്ത ആളാണ് എന്ന് ഒരാൾ വിചാരിക്കുന്നതിന്റെ അടയാളമാണത്, തെളിവാണത്. വജഹ്ലിഹി ബിഹുഖൂഖിൽ ഉബൂദിയ്യ, അതുപോലെ തന്നെ അള്ളാഹുവിനോടുള്ള ഉബൂദിയത്തിന്റെ അവകാശങ്ങൾ നൽകുന്നതിൽ അവൻ ജാഹിലാണ് എന്നതിനെ അറിയിക്കുന്ന കാര്യം കൂടിയാണ്. വഅദമി ഇൽമിഹി ബിമാ യസ്തഹിഖുഹു അർ-റബ്ബ് വയലീഖു അൻ യുആമല ബിഹി, എങ്ങനെയാണ് അള്ളാഹുവിനോട് കർമ്മങ്ങൾ ചെയ്യേണ്ടത് അല്ലെങ്കിൽ അള്ളാഹുവിന് യോജിച്ച രീതിയിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നതിനെക്കുറിച്ച് അറിവില്ലായ്മയുടെയും അടയാളമാണത്. അതായത് ഒരാൾ സ്വന്തത്തിൽ ഞാൻ കുഴപ്പമില്ലാത്ത ഒരാളാണ് എന്ന് വിചാരിക്കുന്നതിന്റെ അടയാളങ്ങളാണ് അവൻ ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ ഞാനൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന നിലക്ക് അവൻ തൃപ്തിപ്പെടുക. യഥാർത്ഥത്തിൽ ഒരാൾ എന്തുണ്ടാവും, സ്വന്തത്തെക്കുറിച്ച് മോശം ചിന്ത വേണ്ടത്. ഞാൻ ചെയ്ത് പോരാ, എൻ്റെ വീഴ്ചകളുണ്ട്, എൻ്റെ കുറവുകളുണ്ട്, ഞാൻ ശരിയായിട്ടില്ല ചെയ്തത് എന്ന ആ ഒരു പരിശോധന ഉണ്ടാകുമ്പോഴേ മുഹാസബത്ത് ഉണ്ടാവുകയുള്ളൂ. ഞാൻ എല്ലാം നല്ല രീതിയിൽ ചെയ്യുന്നുണ്ടെന്ന് അവൻ വിശ്വസിച്ച് കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം അവൻ അള്ളാഹുവിനോടുള്ള ഉബൂദിയത്തിന്റെ ഹുഖൂഖുകൾ എന്തെല്ലാമാണെന്നതിനെ കുറിച്ച് അറിവില്ല. അതുപോലെ തന്നെ അള്ളാഹുവിനെ എങ്ങനെ ആരാധിക്കണം, അള്ളാഹുവിന് എന്തൊക്കെ അവകാശങ്ങളുണ്ട് എന്നതിനെ കുറിച്ച് അറിവില്ലാത്തതിന്റെ, എങ്ങനെ അള്ളാഹുവിനോട് നിൽക്കണം എന്നുള്ളത് അറിവില്ലാത്തതിന്റെ അടയാളമാണ് അത് എന്ന് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയാം. വളരെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. പല ആളുകൾക്കും ദീനിയായി ജീവിക്കുന്ന അല്ലെങ്കിൽ ദീനി രംഗത്ത് പ്രവർത്തിക്കുന്ന, ദീന് പഠിക്കുന്ന, പഠിപ്പിക്കുന്ന, ദീനിന് ഖിദ്മത്ത് ചെയ്യുന്ന ആളുകൾക്കൊക്കെ വന്നു ചേരാകുന്ന വലിയൊരു അപകടമാണ് ഈ പറഞ്ഞിട്ടുള്ളത്. ഇത് വളരെയധികം നമ്മൾ ചിന്തിക്കേണ്ടതാണ്. എത്ര വലിയ കാര്യം ചെയ്തോളി, സ്വന്തത്തിൽ മോശപ്പെട്ട ചിന്ത, ഞാൻ ആയിട്ടില്ല, ഞാൻ ചെയ്തതിൽ എന്തൊക്കെ കുറവുകളുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ചിന്തയില്ല, ഞാൻ ഇതൊക്കെ ചെയ്തല്ലോ എന്നുള്ളതാണ് എങ്കിൽ അത് അപകടമാണ്. അപ്പോൾ ഹുസ്നുബ്ബൻ ബിൻ നഫ്സ് അപകടമാണ്. ഉണ്ടാകേണ്ടത് സൂഉബ്ബൻ ബിൻ നഫ്സാണ്, സ്വന്തത്തെക്കുറിച്ച് മോശപ്പെട്ട ചിന്തയാണ്, അത് മുഹാസബത്തിന്റെ ഭാഗമാണ്. എന്നിട്ട് തുടർന്ന് പറയുന്നു വഹാസിലു ദാലിക്, ഇതിന്റെ എല്ലാത്തിന്റെയും ആകത്തുക എന്ന് പറഞ്ഞാൽ അന്ന ജഹ്ലഹു ബിനഫ്സിഹി വസിഫാതിഹ വആഫാതിഹ, സ്വന്തത്തെക്കുറിച്ചും ഒരാൾക്ക് അയാളെക്കുറിച്ചുള്ള അറിവില്ലായ്മ, അതുപോലെ തന്നെ അതിന്റെ വിശേഷണങ്ങൾ, അതിന്റെ രൂപം എങ്ങനെയാണ്, അതുകൊണ്ടുള്ള ഉപദ്രവം, അപകടം എന്തൊക്കെയാണെന്നതിനെ കുറിച്ചുള്ള ജഹ്ല്, അതുപോലെ വഉയൂബി അമലിഹി, അവന്റെ കർമ്മങ്ങളിലെ ന്യൂനതയെക്കുറിച്ചുള്ള അറിവില്ലായ്മ, വജഹ്ലഹു ബിറബ്ബിഹി വഹുഖൂഖിഹി വമാ യൻബഗി അൻ യുആമല ബിഹി, അള്ളാഹുവിനെ കുറിച്ചും അള്ളാഹുവിന് നൽകേണ്ട അവകാശങ്ങളെക്കുറിച്ചും അള്ളാഹുവിനോടുള്ള ഇബാദത്തുകൾ എങ്ങനെ ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചുള്ള അറിവില്ലായ്മ, യതവല്ലദു മിൻഹാ റിളാഹു ബിതാഅതിഹി, ഈ അറിവില്ലായ്മ കൊണ്ടാണ് അവൻ ചെയ്യുന്ന കർമ്മങ്ങളിൽ തൃപ്തി ഉണ്ടാക്കുന്നത്. അഥവാ ഞാൻ എല്ലാം ചെയ്യുന്നുണ്ട് എന്നുള്ള ബോധം, ഞാൻ ഒക്കെ ശരിയാണ് എന്നുള്ള ബോധം അവനിൽ ഉണ്ടാക്കുന്നത് ഈ കാര്യങ്ങളാണ്. സ്വന്തത്തെക്കുറിച്ചുള്ള അറിവില്ലായ്മയും അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവില്ലായ്മയും. ഒരു ലഈഫായ ഹദീസ് ഈ ആശയത്തിൽ കാണാം, പക്ഷെ അതിന്റെ അർത്ഥം ശരിയാണെന്ന് പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം. മൻ അറഫ നഫ്സഹു അറഫ റബ്ബഹു, സ്വന്തത്തിന്റെ കുറവുകൾ മനസ്സിലായി കഴിഞ്ഞാൽ റബ്ബിനെ മനസ്സിലാക്കും എന്നുള്ളത്. അതിന്റെ ആശയമാണ് ഇവിടെ പറഞ്ഞത്. സ്വന്തം കുറവുകളും ന്യൂനതകളും എല്ലാം സൃഷ്ടിപ്പിന്റെ രീതിയിൽ മനസ്സിലാക്കുമ്പോൾ റബ്ബിന്റെ മഹത്വവും മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ പറഞ്ഞത് ആ സ്വന്തത്തിന്റെ കുറവിനെ കുറിച്ചും ബോധമല്ല, റബ്ബിന്റെ മഹത്വത്തെക്കുറിച്ചും ബോധമല്ല. അങ്ങനെയുള്ള ആളുകളിലാണ് എന്തുണ്ടാവുക, അവൻ ചെയ്യുന്ന കർമ്മങ്ങൾ എല്ലാം പരിപൂർണമാണ്, എല്ലാം ശരിയാണ് എന്നുള്ള ബോധം ഉണ്ടാവുക. വഇഹ്സാനു ബന്നിഹി ബിഹാ, അവന്റെ സ്വന്തത്തെക്കുറിച്ച് നല്ല ചിന്ത വെക്കും, ഞാൻ കുഴപ്പമില്ല, നല്ല ആളാണെന്നുള്ള ബോധം വെക്കും. വയതവല്ലദു മിൻ ദാലിക്, അങ്ങനെ ഒരാൾക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ അതെന്തുണ്ടാക്കും, മിനൽ ഉജ്ബി, സ്വന്തത്തിൽ അത്ഭുതം കൂറുന്ന അവസ്ഥയുണ്ടാകും. വൽ കിബ്ർ, അഹങ്കാരമുണ്ടാക്കും. വൽ ആഫാതി മാ ഹുവ അക്ബർ മിനൽ കബാഇരി ളാഹിറ, ബാഹ്യമായിട്ടുള്ള വൻപാപങ്ങളെക്കാൾ അപകടം നിറഞ്ഞ കാര്യങ്ങൾ ഒരാളുണ്ടാക്കും. അഥവാ എന്നിട്ട് പറയാണ് മിനസ്സിന, വ്യഭിചാരത്തെക്കാൾ, വശുർബിൽ ഖംർ, മദ്യപിക്കുന്നതിനേക്കാൾ, വൽ ഫിറാർ മിനസ്സഹഫ്, യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞോടുന്നതിനേക്കാൾ, വനഹ്വിഹ, അതുപോലെയുള്ള ലാഹിറായ പാപത്തേക്കാൾ വലിയ അപകടം ഉണ്ടാക്കും ഒരാളിൽ. എന്ത്, ഞാൻ കുഴപ്പമില്ലാത്ത ആളാന്നുള്ള ചിന്ത വന്നു കഴിഞ്ഞാൽ, ഉജ്ബ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ, കിബർ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ വ്യഭിചാരത്തെക്കാളും മദ്യപാനത്തെക്കാളും വലിയതാണ്. കാരണം ഉജ്ബിനെയെല്ലാം ഉലമാക്കൾ ഷിർക്കിന്റെ ഇനത്തിൽ എണ്ണിയതായി കാണാം. ഖഫിയായിട്ടുള്ള ഷിർക്കിന്റെ ഇനത്തിൽ അതിന്റെ അളവ് കൂടുന്നതനുസരിച്ചിട്ട് ഷിർക്കിനത്തിൽ ഈ പാപങ്ങളെക്കാൾ ഗൗരവമാണ്.
സ്വന്തത്തെക്കുറിച്ച് അനുസരിക്കുന്ന ആളുടെ അവസ്ഥയെ പറയണത്. അള്ളാഹുവിനെ അനുസരിക്കുന്നതിന് ഞാൻ കുഴപ്പമില്ല, ഞാൻ നല്ല ആളാണ്, ഞാനൊക്കെ ചെയ്തിട്ടുണ്ട്, അള്ളാഹിനോട് ഹക്കൊക്കെ വീട്ടിയിട്ടുണ്ട് എന്ന നിലക്ക് പരിപൂർണ തൃപ്തിയിൽ ജീവിക്കുന്ന ഒരാളുടെ അവസ്ഥ പറയാണ്. എന്നിട്ട് പറയാണ് സ്വന്തത്തിൽ അള്ളാഹുവിനെ അനുസരിക്കുന്നതിൽ തൃപ്തിപ്പെടുക എന്നുള്ളത്. തൃപ്തിപ്പെടാൻ അർത്ഥം ശരിക്കും മനസ്സിലാക്കണം. ഞാൻ എല്ലാം ചെയ്തു, അള്ളാഹുവിനോടുള്ള ബാധ്യതയൊക്കെ ഞാൻ പരിപൂർണമായി ചെയ്യുന്നവനാണ് എന്ന നിലക്ക് ഒരാൾക്ക് ചിന്തയുണ്ടാവുക എന്നുള്ളത് മിൻ റുഊനാത്തിന്റെ നഫ്സിന്റെ വിഡ്ഢിത്തത്തിൽ, അറിവില്ലായ്മയിൽ, വഹമാഖത്തിഹ അതുപോലെ തന്നെ വിഡ്ഢിത്തങ്ങളിൽ പെട്ട കാര്യമാണ്. റുഊനാത്ത് എന്ന് പറഞ്ഞാൽ നഫ്സിന്റെ പൊട്ടത്തരങ്ങളിൽ പെട്ട കാര്യമാണ്. എന്ത്, ഞാൻ കുഴപ്പമില്ലാത്ത ആളാന്ന് വിചാരിക്കല് എന്ന്. എന്നിട്ട് പറയാണ് വർബാബുൽ അസാഇമി വൽ ബസായിർ, ഇസ്മത്തുള്ള ബസീറത്തുള്ള ആളുകൾ അശദ്ദുമായ കൂനൂന ഇസ്തിഗ്ഫാറൻ അഖീബത്ത് തആത്ത്, അവർ അള്ളാഹുവിനുള്ള അനുസരണങ്ങൾ നിർവഹിച്ചതിന് ശേഷം ഇസ്തിഗ്ഫാർ ചെയ്യുന്നതിൽ വളരെയധികം ശ്രദ്ധിക്കുന്ന ആളുകളാണ്. ബസീറത്തും ഇസ്മത്തുമുള്ള ആളുകൾ ഈ ഇബാദത്തുകൾക്ക് ശേഷം ഇസ്തിഗ്ഫാർ ചെയ്യുന്നതിൽ വളരെയധികം ശ്രദ്ധ കൊടുക്കുന്ന ആളുകളായിരിക്കും. എന്താ കാരണം? ലിശുഹൂദിഹിം തഖ്സീറഹും ഫീഹാ, അവർക്ക് ബോധ്യം ഉണ്ടാകും ഞാൻ ചെയ്ത ഇബാദത്തുകളിൽ കുറവുണ്ട് എന്നുള്ളത്. വതർക്കൽ ഖിയാമി ലില്ലാഹി ബിഹാ കമാ യലീഖു ബിജലാലിഹി വകിബ്രിയാഇഹി, അള്ളാഹുവിന്റെ മഹത്വത്തിന് യോജിച്ച രീതിയിൽ ഞാൻ കാര്യങ്ങൾ ചെയ്തിട്ടില്ല, നിർവഹിച്ചിട്ടില്ല, അതിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ട്, അത് ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട്, ആ പരിപൂർണത വന്നിട്ടില്ല എന്ന ബോധം അവർക്കുണ്ടായിരിക്കും. വന്നഹു ലൗലാ അൽ അംറു ലമാ ഖദമ അഹദുഹും അലാ മിസ്ലി ഹാദിഹിൽ ഉബൂദിയ്യ, അള്ളാഹു കൽപ്പിച്ചില്ലായിരുന്നെങ്കിൽ അവർക്ക് ഇതുപോലെ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യില്ലായിരുന്നു. വലാ റളിയഹാ ലിസയ്യിദിഹി, അങ്ങനെ അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്താനും അവരാ ഇബാദത്ത് മതി എന്ന നിലക്ക്, അള്ളാഹുവിന് ഇത്ര മതി എന്ന നിലക്ക് അവർ തൃപ്തിപ്പെടുകയുമില്ല. അതായത് അവരെപ്പോഴും അവരുടെ ഭാഗത്ത് കുറവുകൾ കാണുന്നത് കൊണ്ടാണ് ഇസ്തിഗ്ഫാറുകൾ ചെയ്യുന്നത്. എന്നിട്ട് പറയാണ് വഖദ് അമറല്ലാഹു തആല വഫ്ദഹു വഹുജ്ജാജ ബൈതിഹി, അള്ളാഹു സുബ്ഹാനഹു വതആല അള്ളാഹുവിലേക്ക് വരുന്ന അള്ളാഹുവിന്റെ സംഘം, അതായത് ഹാജിമാർ, ഹജ്ജ് നിർവഹിക്കാൻ വേണ്ടി ഒരുപാട് ത്യാഗം സഹിച്ച്, സാമ്പത്തികമായിട്ടും ശാരീരികമായിട്ടും എല്ലാം ത്യാഗം സഹിച്ച് വരുന്ന ആളുകൾ, അവരോട് അള്ളാഹു പറഞ്ഞത് എന്താണ്, കൽപ്പിച്ചത് എന്താണ്? ബിഅൻ യസ്തഗ്ഫിറൂഹു അഖീബ ഇഫാദതിഹിം മിൻ അറഫാത്ത്, അറഫയിൽ നിന്ന് പിരിഞ്ഞു പോയി കഴിഞ്ഞാൽ, ഹജ്ജിന്റെ പ്രധാനപ്പെട്ട കർമ്മമായ അറഫയുടെ നൃത്തം കഴിഞ്ഞ് അവിടുത്തെ ഇബാദത്തുകളും ദുആകളും ഒക്കെ കഴിഞ്ഞ് പിരിഞ്ഞു പോകുമ്പോൾ അവരോട് ഇസ്തിഗ്ഫാർ ചെയ്യാനാ പറഞ്ഞത്. വഹുവ അജല്ലുൽ മവാഖിഫി വഅഫ്ദലുഹ, അത് ഏറ്റവും അഫ്ദലായിട്ടുള്ള മഹത്തരമായിട്ടുള്ള സ്ഥാനമാണ്. എന്നിട്ട് പോലും അവിടെ അള്ളാഹു പറഞ്ഞത് ഇസ്തിഗ്ഫാർ നടത്താനാണ്. എന്നിട്ട് സൂറത്തുൽ ബഖറയിലെ 198-99 ആയത്തുകൾ പറയാണ് ഫഇദാ അഫൽതും മിൻ അറഫാത്തിൻ ഫദ്കുറുല്ലാഹ ഇൻദൽ മശ്അരിൽ ഹറാം വദ്കുറൂഹു കമാ ഹദാകും വഇൻ കുൻതും മിൻ ഖബ്ലിഹി ലമിനദ് ദ്വാലീൻ ثم أفيضوا من حيث أفاض الناس واستغفروا الله إن الله غفور رحيم. അറഫയിൽ നിന്ന് മുസ്ദലിഫയിലേക്ക് മശ്അരിൽ ഹറമിന്റെ പ്രദേശത്തേക്ക് നിങ്ങൾ പോകുമ്പോൾ അങ്ങനെ പിരിഞ്ഞു പോയി കഴിഞ്ഞാൽ ഫസ്തഗ്ഫിറുല്ലാഹ്, നിങ്ങൾ ഇസ്തിഗ്ഫാർ നടത്തണം എന്നാ പറഞ്ഞത്. അതായത് ഏറ്റവും അഫ്ദലായിട്ടുള്ള ഒരു സ്ഥലത്ത് ഏറ്റവും അഫ്ദലായ ഒരു ഇബാദത്ത് നിർവഹിച്ചു പോകുമ്പോൾ അള്ളാഹുവരോട് പറയുന്നത് എന്താണ്? നിങ്ങൾ ഇസ്തിഗ്ഫാർ നടത്തുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ വഖാല തആല സൂറത്ത് ആലി ഇംറാനിലെ 17-ാമത്തെ ആയത്തിൽ കാണാം വൽ മുസ്തഗ്ഫിരീന ബിൽ അസ്ഹാർ, സഹൂറിന്റെ സമയത്ത് അസ്ഹാറുകളിൽ ഇസ്തിഗ്ഫാർ നടത്തുന്നവരായിരിക്കും അവർ. എന്താണ് ഉദ്ദേശം? ഫജ്റിന് തൊട്ടു മുമ്പുള്ള സമയത്ത് ഇസ്തിഗ്ഫാർ നടത്തുന്ന ആളുകളായിരിക്കും. രാത്രി നിസ്കാരം നിർവഹിച്ച്, രാത്രി നിസ്കാരം വളരെ ശ്രേഷ്ഠമായ ഇബാദത്താണ്, അത് നിർവഹിച്ചു കഴിഞ്ഞാൽ അതിന്റെ അവസാന സമയത്ത് അതിലെന്തെങ്കിലും കുറവുകളും ന്യൂനതകളും എല്ലാം ഉണ്ടെങ്കിലും അല്ലെങ്കിൽ പൊതുവായിട്ടും ഇസ്തിഗ്ഫാർ നടത്തുന്ന ആളുകളായിരിക്കും അവർ. ഖാല അൽ ഹസൻ, ഹസൻ ബസ്രി റഹിമഹുല്ലാഹ് പറഞ്ഞത് കാണാം മദ്ദു അസ്സലാത ഇല സഹർ, നിങ്ങൾ രാത്രി നിസ്കാരം സഹർ വരെ നിങ്ങൾ നിർവഹിക്കുക. ثم جلسوا يستغفرون الله, പിന്നെ നിങ്ങൾ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്തിരിക്കുക എന്ന് ഹസൻ ബസ്രി റഹിമഹുല്ലാഹ് പറയാണ്. അപ്പോ എന്തിനാണ് ഇബാദത്തുകൾ നിർവഹിച്ചതിന് ശേഷം ഇസ്തിഗ്ഫാർ നടത്തുന്നത്? മനുഷ്യൻ ചിന്തിക്കുകയാണെങ്കിൽ ഇസ്തിഗ്ഫാർ എപ്പോഴാണ് നടത്തേണ്ടത്? പാപം ചെയ്തു കഴിഞ്ഞാലല്ലേ. ഇബാദത്തുകൾ നിർവഹിച്ച്, അതും അഫ്ളലായ ഇബാദത്തുകൾക്ക് ശേഷവും അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ഇസ്തിഗ്ഫാർ നടത്താനാണ്. കാരണം അപ്പോഴും വേണ്ട പോലെ നമ്മൾ എന്ത് ചെയ്തിട്ടില്ല? അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്തിട്ടില്ല, വേണ്ടതുപോലെ ഇബാദത്ത് ചെയ്തിട്ടില്ല. മലക്കുകൾ വരെ പറഞ്ഞ വാക്കാണത്, മാ അബദ്നാക ഹഖ ഇബാദതിക്, നിന്നെ ഇബാദത്ത് ചെയ്യേണ്ട പോലെ ഞങ്ങൾ എന്ത് ചെയ്തിട്ടില്ല? ഞങ്ങൾ
ഇബാദത്ത് ചെയ്തിട്ടില്ല. അപ്പൊ ആ ഒരു കാര്യം കൊണ്ടാണ് ഇസ്തിഗ്ഫാർ. ഇവിടെ പറഞ്ഞത് സ്വന്തത്തിൽ അത്ഭുതം കൂറുന്ന ഒരവസ്ഥ ഉണ്ടാകും, അത് മുഹാസബത്തിനെതിരാണ്. മുഹാസബത്തെ നമ്മൾ പറയുന്നത് സ്വന്തത്തെ വിചാരണ ചെയ്യലാണ്. അതിനാദ്യം വേണ്ടത് സ്വന്തത്തിന്റെ കുറവും അള്ളാഹുവിന്റെ മഹത്വവും മനസ്സിലാക്കുക എന്നുള്ളതാണ്. എന്നിട്ട് പറയാണ് വലില്ലാഹി ദർറു ശൈഖ് അബി യസീദ് ഹൈസു യഖൂൽ, ഷെയ്ഖ് അബു യസീദ് സലഫുകളിൽപ്പെട്ട പണ്ഡിതനായിരിക്കാം, ആരാണെന്ന് അള്ളാഹു ആലം കൃത്യമായി അറിയില്ല. മൻ തഹഖഖ ബിൽ ഉബൂദിയ്യ, ആരാണോ ഉബൂദിയത്തിനെ തഹ്ഖീഖ് ചെയ്യുന്നത് അല്ലെങ്കിൽ അള്ളാഹുവിനോടുള്ള ഇബാദത്തിനെ സാക്ഷാത്കരിക്കുന്നത്, നവറ അഫ്ആലഹു ബിഐനി ദിയാഇ, അവൻ അവന്റെ പ്രവർത്തനങ്ങളെ എപ്പോഴും നോക്കിക്കാണുന്നത് റിയാഇന്റെ കണ്ണുകോടുകൂടിയായിരിക്കും. അതായത് എന്ത് കർമ്മം ചെയ്താലും റിയാ സംഭവിച്ചിട്ടുണ്ടാവും, വസ്വാസ് ഉണ്ടാവുന്നതല്ല. അവനൊരു വിചാരണ എന്ന നിലക്ക് ഇതിൽ എന്തെങ്കിലും കുറവുകൾ ഉണ്ടായിരിക്കുമോ എന്ന നിലക്കാണ് അവൻ അതിനെ നോക്കുക. വഹ്വാലഹു ബിഐനി ദഅവ, അവന്റെ അവസ്ഥകളൊക്കെ വെറും ഒരു വാദം മാത്രമാണ് എന്ന നിലക്കാണ് അവൻ ചിന്തിക്കുക. ഉദാഹരണത്തിന് പിന്നെ അവനിപ്പോ തവക്കുൽ ചെയ്യേണ്ട ഒരു അവസ്ഥയാണ്, അല്ലെങ്കിൽ സബർ കാണിക്കേണ്ട ഒരു അവസ്ഥയാണ്. അവൻ തവക്കുൽ ചെയ്യുന്നുണ്ടാകും, സബർ കാണിക്കുന്നുണ്ടാകും, പക്ഷെ അവന്റെ ഉള്ളിൽ ഞാൻ ശരിയായിട്ട് ചെയ്യുന്നില്ല, ഇത് വെറും ഞാൻ തവക്കുൽ ചെയ്യുന്നവനാണെന്ന് വെറും ഒരു വാദം മാത്രമേ ഉള്ളൂ എന്ന നിലക്കാണ് അവന്റെ ഓരോ അവസ്ഥയും അവൻ കണക്കാക്കുക. വഖ്വാലഹു ബിഐനിൽ ഇഫ്തിറാഹ്, അവന്റെ വാക്കുകളെല്ലാം കള്ളം കെട്ടിച്ചമക്കുകയാണോ, അതൊന്നും പരിപൂർണമല്ല, ഞാൻ പറയുന്ന വാക്കുകൾ എന്തോ കുറവുണ്ട്, അല്ലെങ്കിൽ ഞാൻ അതുപോലെ ചെയ്യുന്നവനല്ല എന്ന നിലക്കുള്ള എല്ലാ പരിപൂർണമായ ആളുകളുടെ അവസ്ഥയെ പറയുന്നത്. ഉബൂദിയത്തെ തഹ്ഖീഖ് ചെയ്യുന്ന ആൾ കൃത്യമായി ചെയ്യുന്നുണ്ടാകും. അങ്ങനെയുള്ളവർക്ക് അവർക്ക് പറയുമ്പോൾ പേടിയായിരിക്കും, ഞാൻ എന്തോ പറഞ്ഞതിൽ എന്തോ കുറവുണ്ട്, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യുന്ന ആളല്ല, അത് കള്ളമായി പോയോ എന്ന നിലക്ക് പരിശോധിച്ചുകൊണ്ട് ഈ ആളുകൾ ഉബൂദിയത്തെ തഹ്ഖീഖ് ചെയ്യുന്ന ആളുകൾ അവരുടെ വാക്കും പ്രവർത്തനവും അവസ്ഥയും എല്ലാം ഉണ്ടാവുകയുള്ളൂ. എന്നിട്ട് ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറയാണ്, വകുല്ലമാ അദമൽ മത്ലൂബ് ഫീ ഖൽബിക സഗ്റത് ഇൻദക വതവാഅലത്തിൽ ഖീമത്തു അല്ലതി തബ്ദുലുഹാ ഫീ തഹ്സീലിഹി വകുല്ലമാ അദമൽ മത്ലൂബ് ഫീ ഖൽബിക, നീ തേടുന്ന ഒരു കാര്യം, നീ ലക്ഷ്യം വെക്കുന്ന കാര്യം എത്ര വലുതാകുന്നുവോ, എത്രത്തോളം അതിന്റെ ഗൗരവവും മഹത്വവും നീ മനസ്സിലാക്കുന്നു, എത്ര വലുതാകുന്നുവോ ആ സന്ദർഭങ്ങളിലെല്ലാം സഗുറത് ഇൻദക വതവാഅലത്തിൽ ഖീമത്തു, അതിനു വേണ്ടി നീ ചെലവഴിക്കുന്ന കാര്യങ്ങൾ, അതിന്റെ മൂല്യം അത് വളരെ തുച്ഛമായ, തവാഅലത്ത് എന്ന് പറഞ്ഞാൽ അത് കുറവായ മൂല്യമായിരിക്കും. അല്ലത്തി തബ്ദുലുഹാ ഫീ തഹ്സീലിഹി, അത് നേടിയെടുക്കാൻ വേണ്ടി നീ ചെലവഴിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് ഉള്ള അതിന് കൊടുക്കുന്ന മൂല്യം കുറവായിരിക്കും. ഒന്നുകൂടി പറയാം. പറയാണ് വകുല്ലമാ അദമൽ മത്ലൂബ് ഫീ ഖൽബിക, നീ തേടുന്ന ഒരു കാര്യം അല്ലെങ്കിൽ നീ ലക്ഷ്യം വെക്കുന്ന ഒരു കാര്യം, അതിന്റെ മഹത്വം നിന്റെ ഖൽബിൽ എത്രത്തോളം വർദ്ധിക്കുന്നുവോ, എത്രത്തോളം നീ വലിയ കാര്യമായി കാണുന്നുവോ, സഗറത് ഇൻദക വതവാഅലത്തിൽ ഖീമത്തു അല്ലതി തബ്ദുലുഹാ ഫീ തഹ്സീലിഹി, അത് നേടാൻ വേണ്ടി നീ ചിലവഴിക്കുന്ന കാര്യങ്ങൾ എന്തോ ആവട്ടെ, അതിന്റെ മൂല്യം വളരെ നിസ്സാരമായി തീരും. ഇപ്പോൾ ഒന്ന് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി, ഒരാൾ പദവി ആഗ്രഹിക്കുകയാണ്. ആ പദവി ആഗ്രഹിക്കുമ്പോൾ അയാൾക്ക് സമ്പത്ത് ഇഷ്ടമുള്ള ഒരാളായിരിക്കും, പക്ഷേ പദവി കിട്ടാൻ വേണ്ടി അയാൾ എന്ത് ചെയ്യും, അയാൾക്ക് ഇഷ്ടമുള്ള സമ്പത്ത് ചെലവഴിക്കും. സമ്പത്തിന് വാല്യൂ ഉണ്ട്, മൂല്യമുണ്ട്, പക്ഷേ അതിനേക്കാൾ അയാൾ ഗൗരവമായി കാണുന്ന എന്താണ്, അയാൾക്കുള്ള പദവിയാണ്. ആ പദവി അയാളുടെ ഉള്ളിൽ ഗൗരവമുള്ള ഒരു കാര്യമായതുകൊണ്ട് ഈ ചെലവഴിക്കുന്ന കാര്യം അവൻ എന്താവൂല, നിസ്സാരമായി തീരും, വില കുറഞ്ഞായി തീരും. അത് എല്ലാവർക്കും ഉള്ളതാണ്. അപ്പൊ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനം വാങ്ങാൻ വേണ്ടിയിട്ട്, നമുക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു സാധനം, അത് നമുക്ക് സമ്പത്ത് ഇഷ്ടമായിരിക്കും, പണം എല്ലാവർക്കും പൊതുവെ ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. പക്ഷേ അതിനേക്കാൾ നമ്മൾ ലക്ഷ്യമായി കണ്ട് ഇഷ്ടപ്പെട്ട ഒരു കാര്യം കണ്ടു കഴിഞ്ഞാൽ അത് വാങ്ങാൻ വേണ്ടി നമ്മുടെ പണം ചെലവഴിക്കും. പക്ഷെ അപ്പൊ ആ പണത്തിന് എന്താണ്, നമ്മൾ അത്ര മൂല്യം കാണൂല, കാരണം അതിനേക്കാൾ മൂല്യമുള്ള കാര്യമാണ് അപ്പുറത്തുള്ളത്. എന്നിട്ട് പറയാണ്, ഇത് പൊതുവായുള്ള എല്ലാ മനുഷ്യരുടെ അവസ്ഥയാണ് എന്ന് പറയുന്നത്. വകുല്ലമാ ഷഹിദ്ത ഹഖീഖത റുബൂബിയ്യ വഹഖീഖതൽ ഉബൂദിയ്യ, നിനക്ക് എപ്പോഴാണോ ബോധ്യപ്പെടുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് ഇങ്ങോട്ട് ലഭിക്കുന്ന റുബൂബിയത്തിന്റെ, അള്ളാഹു നൽകിയ ഔദാര്യങ്ങളുടെ, സൃഷ്ടിപ്പിന്റെ എല്ലാ കാര്യങ്ങളുടെയും ഹഖീഖത്തും, അള്ളാഹുവിനോട് അങ്ങോട്ട് ചെയ്യേണ്ട കടമകളുടെ ഹഖീഖത്തും നിനക്ക് ബോധ്യപ്പെട്ടാൽ, വഅറഫ്ത അല്ലാഹ്, അള്ളാഹുവിനെ നിനക്ക് മനസ്സിലായാൽ, വഅറഫ്ത നഫ്സ, നിന്റെ സ്വന്തത്തിന്റെ അവസ്ഥ, കുറവുകൾ, ന്യൂനതകൾ നിനക്ക് ബോധ്യപ്പെട്ടാൽ, തബയ്യന ലക്, നിനക്ക് വ്യക്തമാകും, അന്നമാ മഅക മിനൽ ബിളാഅതി ലാ യസ്ലുഹു ലിൽ മലിക്കിൽ ഹഖ്, നിന്റെ അടുക്കലുള്ള ചരക്ക് എന്നുള്ളത്
ഹക്കായിട്ടുള്ള സർവാധിപനായിട്ടുള്ള മലിക്കായിട്ടുള്ള അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് യോജിച്ചതേ അല്ല എന്നുള്ളത്. അതായത് നമ്മൾ ചെയ്തു കൂട്ടിയ കർമ്മങ്ങളും അള്ളാഹുവിനോട് നമ്മൾ യഥാർത്ഥത്തിൽ ചെയ്യണം, അള്ളാഹുവിന്റെ മഹത്വവും അള്ളാഹു ഇങ്ങോട്ട് നൽകിയതും അള്ളാഹുവിന് അങ്ങോട്ട് ചെയ്യേണ്ട കടമകളും വെച്ച് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ളത് തുച്ഛമായ ചരക്ക് മാത്രമേ ഉള്ളൂ എന്നുള്ളത് നിനക്ക് വ്യക്തമാകും. അതായത് ഞാൻ കുറെ ചെയ്തിട്ടുണ്ടെന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അതിനൊരു ഉദാഹരണം പറഞ്ഞതാണ്. വലൗ ജിഅത ബിഅമലി സഖലൈനി ഖശീത ആഖിബതഹു, നീ ജിന്നുവർഗത്തിന്റെയും മനുഷ്യവർഗത്തിന്റെയും എല്ലാ കർമ്മങ്ങളുമായിട്ട് നീ അള്ളാഹുവിന്റെ അടുക്കൽ ചെന്നാലും നീ നിന്റെ എല്ലാം നീ ചെയ്തിട്ടുണ്ട്, എന്നാലും നിന്റെ അവസാനത്തെക്കുറിച്ച് നീ ഭയപ്പെടും. നിന്റെ അവസാനം എന്തായിരിക്കും എന്നുള്ളതിൽ ഭയമുണ്ടാകും. കാരണം അത്ര കുറവേ അതും ആവുകയുള്ളൂ. വൈന്നമാ യഖ്ബലുഹു ബികറമിഹി വജൂദിഹി വതഫദ്ദുലിഹി, അള്ളാഹു നമ്മളിൽ നിന്ന് ഈ കർമ്മങ്ങൾ സ്വീകരിക്കുന്നത് അവന്റെ ഔദാര്യം കൊണ്ടാണ്. അള്ളാഹുവിന്റെ ഔദാര്യം കൊണ്ടാണ് അത് സ്വീകരിക്കുന്നത്. വയുസീബുക അലൈഹി അയ്ദൻ ബികറമിഹി വജൂദിഹി വതഫദ്ദുലിഹി, ആ കുറഞ്ഞ ചെയ്തവുമായിട്ട് പോയിട്ട് അള്ളാഹു നമുക്ക് പ്രതിഫലം നൽകുന്നുണ്ടെങ്കിൽ അതും അള്ളാഹുവിന്റെ ഔദാര്യം മാത്രമാണ്. അപ്പോൾ നമ്മുടെ കഴിവോ അല്ലെങ്കിൽ നമ്മൾ ചെയ്ത കർമ്മങ്ങളോ കൊണ്ടല്ല നമുക്കെന്തും അള്ളാഹുവിൽ നിന്ന് ലഭിക്കുന്നത്. എന്നിട്ട് പറയാണ് വഅലം, നീ മനസ്സിലാക്കണം, അന്ന, അത് ഗൗരവമുള്ള ഒരു വിഷയമാണ്, പല ആളുകൾക്കും അബദ്ധം സംഭവിക്കുന്ന ഒരു കാര്യമാണ്. വഅലം, നീ മനസ്സിലാക്കണം, അതായത് സ്വന്തത്തെ മുഹാസബത്ത് ചെയ്യുന്നതിൽ എതിരായിക്കൊണ്ട് ആളുകൾ സ്വന്തത്തിൽ അത്ഭുതം കൂറുന്നതിൽ പെട്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. വഅലം, നീ മനസ്സിലാക്കുക, അന്ന തഈറക ലി അഖീക ബിദംബിഹി അഅ്ളമു ഇസ്മൻ മിൻ ദംബിഹി, നീ നിന്റെ ഒരു സഹോദരനെ അവൻ ചെയ്ത തെറ്റിന്റെ മേലെ പാപത്തിന്റെ മേലെ വഷളാക്കുക, പരിഹസിക്കുക എന്നുള്ളത് അഅ്ളമു ഇസ്മൻ മിൻ ദംബിഹി, അവൻ ചെയ്ത പാപത്തിനേക്കാൾ കൂടുതൽ തെറ്റായിട്ടുള്ള കാര്യമാണ്. ഒരാൾ ഒരു തെറ്റ് ചെയ്തു, ആ തെറ്റിന്റെ മേലെ അവനെ വഷളാക്കുക, പരിഹസിക്കുക എന്നുള്ളത് അവൻ ചെയ്ത തെറ്റിനേക്കാൾ കൂടുതൽ ഗൗരവമായിട്ടുള്ള ഒരു തെറ്റാണ്. വഅശദ്ദു മിൻ മഅസിയതിഹി, അവന്റെ പാപത്തിനേക്കാൾ ഗൗരവമുള്ള കാര്യമാണ്. ബിമാ ഫീഹി മിൻ സൗലത്തി ത്വാഅ, കാരണം നീ അവനെ കളിയാക്കുമ്പോ നിന്റെ ഉള്ളിലുള്ള ചിന്ത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നീ കുറെ അനുസരണം അള്ളാഹിനെ അനുസരിക്കുന്ന ആളാണ് എന്നുള്ളതാണ്. വതസ്കിയത്തിൻ നഫ്സ്, നീ സ്വന്തത്തിൽ നല്ല ആളാണെന്നുള്ള ബോധമാണ്. വശുക്രിഹ, നീ അള്ളാഹുവിനോട് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, അങ്ങനെ ചെയ്യുന്ന ആളാണ്. വൽമുനാദാത്തി അലൈഹ ബിൽ ബറാഅത്തി മിന ദംബ്, അതിലൂടെ നീ വിളിച്ചു പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നീ പാപത്തിൽ നിന്നൊക്കെ ഒഴിവാണ് എന്നുള്ളതാണ്. അതായത് വേറെ ആൾ ചെയ്ത പാപത്തിനെ കളിയാക്കുമ്പോൾ അതിൻ്റെ എന്താണ്, നീ കുറെ ചെയ്തിട്ടുണ്ട്, നീ നല്ല ആളാണ്, നീ ആ പാപത്തിലൊന്നും വീഴാത്ത ആളാണ് എന്ന നിലക്കുള്ള ഒരു ബോധമാണ് നിനക്കത് ചെയ്യാനുള്ള പ്രേരണ. എന്നിട്ട് പറയാണ് നിന്റെ സഹോദരൻ, ആ തെറ്റ് സംഭവിച്ചു പോയിട്ടുള്ള ആ സഹോദരൻ, അവന്റെ പാപം കൊണ്ട് അവൻ പൊട്ടി തകർന്നിട്ടുണ്ടാകും. അവന്റെ ആ പൊട്ടിത്തകരൽ, അതുപോലെ തന്നെ ആ പൊട്ടിത്തകരൽ സംഭവിച്ചിട്ടുണ്ടാകും അവന് അള്ളാഹുവിന്റെ മുമ്പിൽ. അതുപോലെ തന്നെ ആ പാപം കാരണത്താൽ അള്ളാഹുവിന്റെ മുമ്പിൽ അങ്ങേയറ്റ താഴ്മയും വിധേയത്വം അവന് സംഭവിച്ചിട്ടുണ്ടാകും. വൽ ഇസ്റാഇ അലാ നഫ്സിഹി, സ്വന്തത്തിന്റെ കുറവുകൾ, നഖ്സുകൾ അവന് ബോധ്യപ്പെട്ടിട്ടുണ്ടാകും. വതഖല്ലുസി മിൻ മറളി ദഅവ, ആ പാപം സംഭവിച്ചതിലൂടെ അവൻ നല്ല ആളാണെന്നുള്ള വാദിക്കുന്നതിൽ നിന്നൊക്കെ, അങ്ങനെയുള്ള രോഗത്തിൽ നിന്നൊക്കെ അവൻ ഒഴിവായിട്ടുണ്ടാകും. വൽ കിബ്രി വൽ ഉജ്ബ്, അഹങ്കാരത്തിൽ നിന്നും സ്വന്തത്തിൽ അത്ഭുതം കൂറുന്നതിന് അവൻ ഒഴിവായിട്ടുണ്ടാകും. والإزراء على نفسه وتخلص من مرض الدعوة والكبر والعجب ووقوفه بين يدي الله ناكس الرأس, അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മുമ്പിൽ അവൻ തല താഴ്ത്തിക്കൊണ്ട്, അല്ലെങ്കിൽ അവൻ പാപം ചെയ്തല്ലോ എന്ന നിലക്ക് അവൻ നിന്നിട്ടുണ്ടാകും. ആ നൃത്തം ഖാശി അത്വർഫ്, അവന്റെ എല്ലാ രീതിയിലും അവൻ താഴ്മ കാണിച്ചു നിൽക്കുന്ന അവസ്ഥ. മുൻകസിർ അൽ ഖൽബ്, അവൻ തകർന്നു പോയ ഹൃദയത്തോടുകൂടി അള്ളാഹിനോട് നിന്നത്. അൻഫഉ ലഹു, അതായിരിക്കും അവൻ ഏറ്റവും ഉപകാരപ്പെട്ടുണ്ടാവുക. അതായത് ഒരാൾ, നിന്റെ സഹോദരൻ, ഇപ്പോൾ നീ ഒരാളെ കളിയാക്കുകയാണ്, പക്ഷെ ആ സഹോദരന് ആ പാപം ചെയ്തത് കാരണത്താൽ അവൻ അള്ളാഹിന് മുമ്പിൽ പൊട്ടിത്തകർന്ന്, അവൻ അള്ളാഹിന് മുമ്പിൽ കൂടുതൽ താഴ്മ കാണിച്ച്, വിധേയത്വം കാണിച്ച്, അവൻ എല്ലാ ഉജ്ബും കിബറൊന്നും ഇല്ലാതെ ഞാൻ ഒന്നുമില്ലാത്തവനാണ് എന്ന നിലക്ക് പൊട്ടിത്തകർന്നത് അവന് ഏറ്റവും ഉപകാരപ്രദമായിരിക്കും. വഖൈറുൻ ലഹു മിൻ സൗലത്തി തഅതിക്, നീ അള്ളാഹുവിനെ അനുസരിച്ച് കൂട്ടിയതിനേക്കാളും ഖൈറായത് അവൻ അതായിരിക്കും. നീ അള്ളാഹുവിനെ
അനുസരിച്ച് കൂട്ടിയതിനേക്കാളും ഖൈർ ഒരു പക്ഷേ അവൻ ചെയ്ത പാപം കാരണത്താൽ അവൻ പൊട്ടിത്തകർന്നതായിരിക്കും. നീ ചെയ്ത കർമ്മങ്ങൾ കാരണത്താൽ നീ പെരുമ കൊള്ളുന്നതിനേക്കാളും, വലിയ ഇഅ്തിദാദു ബിഹ അത് നീ എണ്ണി പറയുന്നതിനേക്കാളും, വലിയ ഇഅ്തിദാദു ബിഹ വൽ മിന്നത്തി അലല്ലാഹി തആല വ ഖൽഖിഹി ബിഹ അള്ളാഹുവിന് ഞാൻ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്തു, അതിൽ മറ്റുള്ള ആളുകളെക്കാൾ ഞാൻ ഇന്ന ചെയ്യുന്ന ആളാണ് എന്ന് നിന്റെ തോന്നലിനേക്കാളെല്ലാം അഫ്ളലും ഖൈറും ഏതായിരിക്കും? ഉപകാരപ്രദമായതും അവനാ പൊട്ടിത്തകർന്ന കാര്യമായിരിക്കും. ഇത് സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. ചില ആളുകൾ അവരുടെ ജീവിതത്തിൽ സംഭവിച്ച ഒരു അബദ്ധം അല്ലെങ്കിൽ പാപം, അത് അവന്റെ കാര്യമാണ്, അവൻ അള്ളാഹുമായിട്ടുള്ള കാര്യമാണ്. അവൻ തൗബ ചെയ്ത് മടങ്ങിയിട്ടുണ്ടെങ്കിൽ, അവൻ നല്ല രീതിയിൽ മാറിയിട്ടുണ്ടെങ്കിൽ അതും പറഞ്ഞുകൊണ്ട് പിന്നെ അവനെ വഷളാക്കുക, അല്ലെങ്കിൽ അത് പറഞ്ഞുകൊണ്ട് അവനെ പരിഹസിക്കുക, അത് ആളുകളോട് പറഞ്ഞു നടക്കുക എന്നുള്ളത് അവൻ ആ തെറ്റ് ചെയ്തതിനേക്കാൾ ഗൗരവമുള്ള കാര്യമാണ്. ചില സൽഫുകൾ പറഞ്ഞു കാണാം, ഒരടിമ തൗബ ചെയ്ത് മടങ്ങിയ പാപത്തെ സംബന്ധിച്ച് പിന്നെ അവനെ ഈ രീതിയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പറഞ്ഞവന് മരിക്കുന്നതിന് മുമ്പ് ആ പാപം കൊണ്ട് പരീക്ഷിക്കപ്പെടുന്ന അവസ്ഥ ഉണ്ടാകും എന്നുള്ളത് അത്ര ഗൗരവമുള്ള ഒരു കാര്യമാണ്. ഇത് സ്വന്തത്തെ മുഹാസബത്ത് ചെയ്യാത്തത് കൊണ്ടും സ്വന്തത്തെക്കുറിച്ച് നല്ലത് ചിന്തിക്കുന്നത് കൊണ്ടും ആളുകൾക്ക് സംഭവിക്കുന്നത് ധാരാളം ആളുകൾക്ക് ഉണ്ടാവും. നമ്മളൊന്ന് പരിശോധിച്ചാൽ മതി. നമ്മൾ കുഴപ്പമില്ല, നല്ല ആളുകളാണ്, ഇത് ആർക്കുണ്ടാവുക അറിയോ? ദീനിയായിട്ട് ഒന്നുകൂടിയും ജീവിക്കുന്ന ആളുകൾക്ക് ഉണ്ടാവുക. ദീനിനെ കൂടുതൽ ഗൗരവത്തിൽ എടുക്കുന്ന, പഠിക്കുന്ന, പഠിപ്പിക്കുന്ന, ആ നിലയിൽ മുന്നേറുന്ന ആളുകൾക്കാണ് കൂടുതൽ ഇതുപോലെയുള്ള രോഗങ്ങൾ ഖൽബിനെ ബാധിക്കുക. എന്നിട്ട് പറയാണ് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ്, ഫമാ അഖ്റബ ഹാദൽ ആസി മിൻ റഹ്മത്തില്ലാഹ്, ആ പാപം ചെയ്തവൻ അള്ളാഹുവിന്റെ കാരുണ്യത്തിലേക്ക് എത്ര അടുത്തവനാണ്. വമാ അഖ്റബ ഹാദൽ മുദില്ല മിൻ മഖ്തില്ലാഹ്, ഈ മുദിൽ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൽ നിന്ന് കിട്ടാൻ യോഗ്യനാണ്, അള്ളാഹുവിൽ നിന്ന് അവന്റെ അനുഗ്രഹങ്ങളും അവന്റെ പ്രതിഫലവും കിട്ടാൻ യോഗ്യനാണ് എന്ന് സ്വന്തത്തിൽ വിശ്വസിക്കുന്ന ഒരാൾ, ഞാൻ ചെയ്തതുകൊണ്ട് എനിക്ക് കിട്ടും എന്ന് വിചാരിക്കുന്ന ആൾ, അതിനെ മുദിൽ എന്ന് പറയാം. അവൻ അള്ളാഹുവിന്റെ കോപത്തിന് എത്ര അർഹനാണ് എന്ന് പറയാണ്. ആ തെറ്റ് ചെയ്തുകൊണ്ട് അവൻ ചിലപ്പോ രക്ഷപ്പെടും, ഇവൻ ഈ ചിന്ത വെച്ചത് കൊണ്ട് അവൻ ചിലപ്പോൾ നശിച്ചു പോകുകയും ചെയ്യും. ഫദംബുൻ തദില്ലു ബിഹി ലദൈഹി അഹബ്ബു ഇലൈഹി മിൻ തആഅത്തിൻ തുദില്ലു ബിഹാ അലൈഹി, അള്ളാഹുവിന്റെ അടുക്കൽ നിന്നെ താഴ്മയുള്ളവനാക്കുന്ന പാപമാണ് അള്ളാഹുവിന്റെ മുമ്പിൽ നീ യോഗ്യനാണ് എന്ന് കാണിക്കുന്ന, അല്ലെങ്കിൽ എനിക്ക് ഇന്നത് കിട്ടാൻ ഞാൻ യോഗ്യതയുള്ളവനാണ് എന്ന് നീ ആകുന്നതിനേക്കാൾ അള്ളാഹുവിന് ഇഷ്ടമുള്ള കാര്യം. പാപം ചെയ്യണം എന്നല്ല ഇതിന്റെ അർത്ഥം, പക്ഷെ ഉദ്ദേശം എന്താണ്? നന്മ ചെയ്തിട്ട് ഞാൻ എല്ലാം തികഞ്ഞവനാണ് എന്നുള്ള തോന്നൽ ഉണ്ടാകാൻ പാടില്ല. എന്നിട്ട് പറയാണ്, വഇന്നക അൻ തബീത നാഇമൻ വതുസ്ബിഹ നാദിമാ, നീ രാത്രി ഉറങ്ങിപ്പോയിട്ട് രാവിലെ എഴുന്നേൽക്കുകയാണ്, രാത്രി നിസ്കരിക്കാൻ സാധിച്ചില്ലല്ലോ എന്നുള്ള നിരാശയിൽ, ഖേദത്തിൽ രാവിലെ എഴുന്നേൽക്കുകയാണ്. അതാണ് ഖൈറും മിൻ അൻ തബീത ഖായിമ വതുസ്ബിഹ മുഅ്ജബ, നീ രാത്രി നിന്ന് നിസ്കരിച്ചിട്ട് രാവിലെ ഉജുബോടുകൂടി ഞാൻ ഇങ്ങനെ നിസ്കരിച്ചവനാണല്ലോ എന്ന ഉജുബോടുകൂടി എഴുന്നേൽക്കുന്നവനേക്കാൾ ഖൈറായിട്ടുള്ളത് അതാണ്. അതായത് ഗൗരവം പറയാണ്, ഉജുബിന്റെ ഗൗരവം പറയാണ്. ഫൈനൽ മുഅ്ജബ ലാ യസ്അദു ലഹു അമലുൻ, ഈ ഉജുബ് സംഭവിക്കപ്പെട്ട ഒരാൾ, ഉജുബ് സംഭവിച്ചിട്ടുള്ള ഒരാൾ അവന്റെ അമല് ഉയരുകയില്ല, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഉയരുകയില്ല. വഇന്നക അൻ തദ്ഹക വഅൻത മുഅ്തരിഫുൻ, നീ പാപം ചെയ്ത് അത് അംഗീകരിച്ച് ഇഅ്തിറാഫ് ദം അല്ലാഹ് പറ്റിപ്പോയി എന്ന് പറഞ്ഞിട്ട് ചിരിക്കുന്നതാണ് ഖൈറും മിൻ അൻ തബ്കിയ വഅൻത മുദില്ലുൻ, നീ സ്വന്തത്തിൽ വിചാരിക്കുകയാണ് ഞാൻ അള്ളാഹുവിന്റെ ഇതൊക്കെ കിട്ടാൻ യോഗ്യനാണ് എന്ന നിലക്ക് നീ കരയുന്നതിനേക്കാൾ നല്ലത് അതാണ്. അതായത് പാപം ചെയ്തവൻ ചിരിക്കുക എന്നുള്ളത് യോജിച്ചതല്ല, പക്ഷെ പാപം ചെയ്ത് ഞാൻ പാപം ചെയ്ത് പറ്റിപ്പോയി എന്ന് അംഗീകരിച്ചുകൊണ്ട് അങ്ങനെയുള്ള ഒരാൾ ചിരിക്കലാണ് നീ അള്ളാഹിനെ അനുസരിച്ച് ഞാൻ അള്ളാഹിനെ നിന്ന് കിട്ടാൻ യോഗ്യനാണ്, എല്ലാം തികഞ്ഞവനാണ് എന്നതിൽ നീ അള്ളാഹുവിനെ ഓർത്ത് കരയുന്നതിനേക്കാൾ നല്ലത് അതാണ്. ആ താരതമ്യം മനസ്സിലാക്കണം. ഒരിക്കലും അള്ളാഹിനെ അനുസരിക്കുന്നവനെ, സൽക്കർമ്മം ചെയ്യുന്നവനെ താഴ്ത്തിക്കെട്ടാന്നല്ലത് പറയുന്നത്, ഉജുബിന്റെ ഗൗരവത്തെ അറിയിക്കാനാണ്. എന്നിട്ട് പറയാണ്, വഅനീനുൽ മുദ്നിബീന അഹബ്ബു ഇലൈഹി മിൻ സജലിൽ മുസബ്ബിഹീനൽ മുദില്ലീൻ, പാപം ചെയ്തിട്ട് വിങ്ങിപ്പൊട്ടി കരയുന്നവന്റെ ആ കരച്ചലിന്റെ ശബ്ദമുണ്ടല്ലോ, അതാണ് അള്ളാഹുവിന് ഇഷ്ടം. സ്വന്തത്തിലെല്ലാം തികഞ്ഞവനാണ്, യോഗ്യനാണ് എന്ന നിലക്ക് ഉറക്കെ തസ്ബീഹ് ചൊല്ലുന്ന ശബ്ദത്തേക്കാൾ അള്ളാഹുവിന് ഇഷ്ടം ആ കരയുന്നവന്റെ ആ കരച്ചലിന്റെ ശബ്ദമാണ്. വലഅല്ല അല്ലാഹ അസ്ഖാഹു ബിഹാദ الذنب دواء استخرج به داء قاتلا هو فيك ولا تشعر. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു പാപം അത് എന്തായിരിക്കാം? നിന്നിൽ നീ അറിയാതെ പോകുന്ന, അഥവാ നീ ഒരിക്കലും മനസ്സിലാകാതെ നിന്നിൽ സംഭവിച്ചിട്ടുള്ള, നിന്നെ ഇല്ലാതാക്കാൻ മാത്രം ശക്തിയുള്ള
ഒരു അപകടത്തിൽ നിന്ന് ശിഫയായിട്ട് ചിലപ്പോൾ എന്ത് മാറാം, ആ പാപം മാറിത്തീരാം. അതായത് ചില പാപങ്ങൾ സംഭവിക്കുമ്പോൾ നമ്മൾ അറിയില്ല, നമുക്ക് ഉജുബുണ്ട്, അല്ലെങ്കിൽ നമുക്ക് എന്താണ് പറയുക, പിന്നെ ഈ നിലക്ക് മുതില്ലാണ്, ഞാൻ എല്ലാം തികഞ്ഞവനാണ് തോന്നലുണ്ട്, നമ്മൾ മനസ്സിലാക്കൂല. കാരണം നമ്മൾ ലാഹിറായ പാപങ്ങളൊന്നും ചെയ്യുന്നുണ്ടാവില്ല. അങ്ങനെയുള്ള സന്ദർഭത്തിൽ ഒരു പാപം നിനക്ക് സംഭവിക്കുക, അല്ലെങ്കിൽ അതിനുള്ള ഒരു അവസരം അള്ളാഹു സുബ്ഹാനഹു വ തആല നിനക്ക് കിട്ടുക എന്ന് വിചാരിക്കുക. അതൊരു പക്ഷേ നിനക്ക് എന്തായിരിക്കും, അസ്ഖാ ബിഹാദം ദവാഅൻ, അത് നിനക്കൊരു മരുന്നായിരിക്കും. എന്തിന്? ഇസ്തഖ്റജ ബിഹി ദാഅൻ ഖാതിലൻ ഹുവ ഫീക വലാ തശ്ഉർ, നീ മനസ്സിലാക്കാതെ നീ അറിയാതെ പോയിട്ടുള്ള മാരകമായ ഒരു രോഗത്തെ നിന്നിൽ നിന്ന് പുറത്താക്കാനുള്ള ഒരു കാര്യമായിരിക്കും, ഒരു മരുന്നായിരിക്കും ചിലപ്പോ ആ പാപം എന്നുള്ളത് പറയാണ്. അതായത് ചില സന്ദർഭത്തിൽ, എപ്പോഴുമല്ല, ചില സന്ദർഭത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ചില ആളുകൾക്ക് പാപം ചെയ്യാനുള്ള അവസരങ്ങൾ ഇട്ടുകൊടുക്കുന്ന അവസ്ഥ ഉണ്ടാകും. എന്തിനു വേണ്ടിയിട്ടാണ്? അവന് ഉജുബുണ്ടാവരുത്, അതിന് അവൻ രക്ഷപ്പെടണം, അതിന് ഒഴിവാകണം. ആ പാപം ചെയ്യുമ്പോഴായിരിക്കും അവന് മനസ്സിലാവും, ഞാൻ അള്ളാഹിന്റെ തൗഫീഖ് ഇല്ലെങ്കിൽ എനിക്ക് നന്മ ചെയ്യാൻ പറ്റില്ല, ഞാൻ പാപം സംഭവിച്ചു പോയനാണ്, ഞാൻ യോഗ്യനല്ല എന്ന നിലക്ക് കൂടുതൽ അള്ളാഹുവിന് മുമ്പിൽ പൊട്ടിത്തകർന്ന് ഇസ്തിഗ്ഫാറും തൗബയും ചെയ്ത് മടങ്ങുന്ന അവസ്ഥയിൽ അവനാവുക എന്ന്. അപ്പോൾ മുഹാസബത്ത് എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു മൻസിലത്താണ്, സ്വന്തത്തെ വിചാരണ ചെയ്യുക എന്നുള്ളത്. അതിന്റെ ആകത്തുക നമ്മൾ അള്ളാഹുവിനോടുള്ള കടമകൾ വീട്ടുന്നതിൽ എവിടെയും എത്തിയിട്ടില്ല. ആരെയും കണ്ടിട്ട് അവന്റെ പാപം കണ്ടില്ലേ, ഇവന്റെ പാപം കണ്ടില്ല, അവനേക്കാൾ നല്ലവനാണല്ലോ ഞാൻ, അവനേക്കാൾ കൊള്ളാവുന്നവനാണല്ലോ ഞാൻ എന്ന് വിചാരിച്ച് നടക്കണ്ട. ഒരു പക്ഷേ അതവന് ഹൈറായിത്തീരുന്ന അവസ്ഥ ഉണ്ടാവും, ഉപകരിക്കുന്ന അവസ്ഥ ഉണ്ടാകും. നീ ചെയ്യുന്ന അനുസരണത്തേക്കാൾ അവന്റെ പാപമായിരിക്കും ചിലപ്പോൾ അവന് ഉപകരിക്കുന്ന അവസ്ഥ ഉണ്ടാവുക. കാരണം എന്താണ്? നിനക്ക് ഉജുബ് സംഭവിച്ചുകൊണ്ട്. അപ്പൊ സ്വന്തത്തിൽ എപ്പോഴും മുഹാസബത്ത് ഉണ്ടായിരിക്കണം, അത് എപ്പോഴും ഉണ്ടായിരിക്കേണ്ട ഒരു മൻസിലത്താണ് എന്നുള്ളത് ഓർമ്മിപ്പിച്ചതാണ്. പ്രത്യേകിച്ചും നാം ഓരോരുത്തരും ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഉജുബ് എന്നുള്ളത്. ഗൗരവത്തിൽ, കാരണം നല്ല ദീനിയായി ജീവിക്കുന്ന, ലാഹിറായിക്കൊണ്ട് നല്ല ദീനിയായി ജീവിക്കുന്ന ആളുകൾക്ക് രോഗം വരിക. പാപം ചെയ്യുന്ന ആളുകൾക്ക് ഉജുബ് വരേണ്ട ആവശ്യമില്ലല്ലോ. അള്ളാഹിനെ അനുസരിക്കുന്ന ആളുകൾക്കാണ് എന്ത് വരിക? ഉജുബ് വരിക. അപ്പൊ ഗൗരവത്തിൽ നമ്മൾ സ്വന്തത്തെ വിചാരണ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കണം. വിചാരണ ചെയ്യാന്ന് പറഞ്ഞാൽ ഞാൻ എത്ര പാപം ചെയ്തു എന്നുള്ളത് മാത്രമല്ല, അതാണ് ഇതുകൊണ്ട് അറിയിക്കുന്നത്. നാം ചെയ്ത കർമ്മങ്ങളിൽ, സൽക്കർമ്മങ്ങളിൽ കുറവ് വരുന്നുണ്ടോ, അല്ലെങ്കിൽ അതിൽ ഉജുബ് കടന്നുകൂടുന്നുണ്ടോ എന്ന നിലക്ക് കൂടി പരിശോധന വേണം. അത് മുഹാസബത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗമാണ്. ഇത്രയുമാണ് ഇബ്നുൽ ഖയ്യിം ഈ ഒരു മൻസിലത്തിൽ പറഞ്ഞിട്ടുള്ളത്. അടുത്തത് മൻസിലത്തു തൗബ. അത് വിശാലമായി ഇബ്നുൽ ഖയ്യിം വിശദീകരിച്ചിട്ടുണ്ട്. കാരണം ആ മാറ്റത്തിന്റെ പ്രധാന കവാടമാണ് തൗബ എന്നുള്ളത്. അത് വളരെ വിശാലമായി തൗബയുടെ എല്ലാ ഭാഗങ്ങളും ചർച്ച ചെയ്തിട്ട് ഇതിൽ വിശദീകരിക്കുന്നുണ്ട്. നമുക്ക് അടുത്ത ദർസിൽ വായിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ യഥാർത്ഥ രൂപത്തിൽ മനസ്സിലാക്കാനും ജീവിതത്തിൽ പകർത്താനും നമുക്ക് തൗഫീഖ് നൽകട്ടെ. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക് വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.